اللهم صل على سيدنا محمد سيد الأولين وصل على سيدنا محمد سيد الآخرين وصل على سيدنا محمد سيد الملأ الأعلى إلى يوم الدين صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من آيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. 135 ആയത്തുകളുള്ള വളരെ വിശാലമായ ഒരു സൂറയാണിത്. സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു ജല്ല ജലാലുവുമായി നേരിട്ട് സംസാരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഭാഗമാണിത്. അള്ളാഹുവിന്റെ കലാം ഒരു ഇടനിലക്കാരനില്ലാതെ, ഒരു മീഡിയേറ്റർ ഇല്ലാതെ, ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് സംസാരിച്ചതുകൊണ്ടാണ് കലീമുല്ലാഹ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം അറിയപ്പെടാൻ കാരണം. ആദ്യമായി അള്ളാഹു മൂസാ നബിയെ വിളിച്ചത് യാ മൂസ, പേര് വിളിച്ചു. ഇന്നി അന റബ്ബുക, ഞാൻ അങ്ങയുടെ രക്ഷിതാവാണ്, അങ്ങയെ വളർത്തി സംരക്ഷിച്ച് പരിപാലിച്ചു പോന്നവനാണ്. അത് മൂസാ നബിക്ക് അള്ളാഹു റബ്ബിനെ പരിചയപ്പെടുത്താൻ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. അള്ളാഹു എന്നപ്പോ പറഞ്ഞില്ല. അപ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യം പിടികിട്ടി. ഫഖല അൻ അലൈക്, അള്ളാഹുവിനെ ബോധിക്കുന്ന പക്ഷം ആദ്യം അറിയേണ്ടത് അദബാണ്, ബഹുമാനമാണ്. അതുകൊണ്ട് ചെരുപ്പഴിച്ചു വെക്കുക. ഫഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ പരിശുദ്ധമായ തുവ താഴ്വരയിലാണ്. ആദ്യം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും അദബാണ്, ബഹുമാനമാണ്. പിന്നെ പറഞ്ഞു വഅന ഖ്തർതുക, ഞാൻ അങ്ങയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രവാചകത്വം പിതാവ് മകന് കൊടുക്കുന്നതോ മകൻ അവരുടെ മകന് കൈമാറുന്നതോ കുടുംബ തലവൻ ഒരാളെ നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല. അത് അള്ളാഹുവിന്റെ ഇഖ്തിയാറാണ്. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലത, അള്ളാഹുവിനറിയാം എവിടെയാണ് റിസാലത്ത് കൊടുക്കേണ്ടത്, ആരെയാണ് റസൂലായി തിരഞ്ഞെടുക്കേണ്ടത്. ഇത് അള്ളാഹു മാത്രം തീരുമാനിക്കുന്ന വിഷയമാണ്. ഫസ്തമിഅ ലിമാ യൂഹ, അതുകൊണ്ട് വഹീ നൽകപ്പെടുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനി അനല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുന്നതോടുകൂടെ റബ്ബ് എന്ന പ്രയോഗത്തിൽ നിന്നും ഒരൽപ്പം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. മരുഭൂമിയിൽ നിൽക്കുന്ന സീനാ മരുഭൂമിയിലുള്ള മലമടക്കുകളിൽ ശാന്തമായ ഒരു തണുത്ത ഒരു രാവ് മനസ്സിലിങ്ങനെ ഇരുൾമുറ്റിയ ഒരു രാവ്, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ മാത്രം ചെറുതായി മിന്നിത്തിളങ്ങുന്ന ഒരു ഇരുട്ടിയ രാവ്. ആ രാത്രിയിൽ തണുത്തുറച്ചു നിൽക്കുന്ന സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം പ്രകാശം കാണുന്ന ആ ഒരു മരത്തിനരികത്തേക്ക് വന്നു നിൽക്കുകയാണ്. കാണുന്നത് തീയല്ല എന്ന് മൂസാ നബിക്ക് ബോധ്യപ്പെടുന്നു. ആ വെളിച്ചം തൂകി നിൽക്കുന്ന ചെടിക്ക് പുറകിൽ നിന്ന് കേൾക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവിന്റെ സംസാരമാണ്. അവിടെ മറ്റൊന്നും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കർണപുടങ്ങളിൽ കേൾക്കാൻ ഒരു ശബ്ദവും അവിടെയില്ല, അവിടെ ആരുമില്ല. ഞാൻ ആലോചിച്ചു പോലും, ഒരു BC 3000 മൂസാ നബി അലൈഹിസ്സലാമിന്റെ, അല്ലെങ്കിൽ BC 1500 മുതൽ 3000 ആ കാലഘട്ടമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് ഇത്രയും 10,000 കൊല്ലം, ഇന്നത്തെ കണക്ക് പ്രകാരം മിനിമം 3500-4000 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഈ സീനാമല നിൽക്കുന്ന നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ ഒരു 10-200 ആളെ കാണും മാക്സിമം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം അന്നത്തെ കാലം എന്തായിരിക്കും.
ഫസ്തമിഅ ലിമാ യൂഹാ, അങ്ങേക്ക് വഹി നൽകപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോഴേക്ക് മൂസ നബി അലൈഹിസ്സലാം അതോടുകൂടെ ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു, വലത് കൈ ഇടത് കൈയിന്റെ മീതെ വെച്ചു, താടിയെല്ല് നെഞ്ചിലേക്ക് താഴ്ത്തി വെച്ചു, അനങ്ങാതിരിക്കാൻ ഒരു പാറയിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് മഹാനവറുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്, ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. അല്ലാഹു എന്നത് ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവൻ എന്നാണ് അല്ലാഹ് എന്ന ഇസ്മിന്റെ അർത്ഥം. അത് അല്ലാഹുവിന്റെ നാമമാണ്. പക്ഷെ ആ നാമത്തിന്റെ ഒരു അർത്ഥം ഉണ്ടാവും, പേരുകൾക്ക് അർത്ഥം ഉണ്ടാവും. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. അൽ ഇലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായ അല്ലാഹു. അല്ലാഹു എന്ന പദം പ്രയോഗിക്കുന്നതോടുകൂടെ അല്ലാഹു ആരാധിക്കപ്പെടുന്നവനാണ്, ഇലാഹാണ്. ഇലാഹാണെങ്കിൽ ആരാധിക്കപ്പെടുന്ന ഒരാൾ കൽപ്പന ചെയ്യാൻ അധികാരമുള്ള ആളാണ്, അപ്പോഴേ അവർ ആരാധിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആദ്യത്തെ കൽപ്പന വരുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ല അന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു ദിക്ർ, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആ വചനം അള്ളാഹു കൊണ്ടുവരികയാണ്, ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. കാരണം അള്ളാഹുവാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പകരം ഇല്ല അന, അവിടെ പ്രൊനൗൺ സർവനാമം അള്ളാഹുവിന്റെ ളമീർ കൊണ്ടുവന്നു, അന, ലാ ഇലാഹ ഇല്ല അന. എന്നിട്ട് പറയാൻ പോകുന്നു ഫഅബ്ദുനി, എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം മുസ്നബിയെ. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് ലോക മനുഷ്യർക്കുള്ള ആഹ്വാനമാണ്. അതിൽ മുസ്നബിയോട് പറയുമ്പോൾ ആ ആഹ്വാനത്തിന്റെ ആദ്യത്തെ റെസിപ്പിയൻസ്, ആദ്യത്തെ അഡ്രസ്സി, അഭിമുഖീകരിക്കപ്പെടുന്ന ആള് മുസ്നബി അലൈഹിസ്സലാമാണ്. ശരിയാണ്. പക്ഷേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരികയാണ്, ഇത് നമ്മളോടൊക്കെയുള്ള ഒരു കൽപ്പനയാണ്. ഫഅബ്ദുനി, എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അബ്ദ് സയ്യിദിന്റെ താഴെയാണ്, സയ്യിദാണ് മേലെ നിൽക്കുന്നത്. അള്ളാഹു സയ്യിദാണ്. സയ്യിദ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. സയ്യിദ് നേതാവിന് പറയും, മിസ്റ്റർ എന്നർത്ഥത്തിന് സയ്യിദ് എന്ന് പറയും, പിന്നെ വഴി നടന്നു കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് സയ്യിദ് എന്ന് പറയും. അള്ളാഹു സയ്യിദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ യജമാനനാണ്, ആ അർത്ഥത്തിൽ സയ്യിദ് എന്ന് പറയും. ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നമ്മൾ ആ ആയത്തിലാണ് വന്ന് നിൽക്കുന്നത്. നിസ്കാരം നിലനിർത്തേണമേ എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി എന്ന് ഒരർത്ഥം പറയാം. മുഫസ്സിരീങ്ങൾ ഇതിന് 4 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. അതിനുമുമ്പ് ഫഅബ്ദുനി, എനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇബാദത്ത് നിർബന്ധമാണ്. ഏതൊക്കെ ഇബാദത്തുകൾക്ക് ആവശ്യമായി വരുന്നുണ്ടോ അതും നിർബന്ധമാണെന്നാണ് ആലിമീങ്ങൾ പറയാം. ലോകത്ത് ഒട്ടുമുക്കാൽ ഇൻഡസ്ട്രികളും നിർബന്ധമായിട്ട് വരും. അങ്ങനെ വരാണ്, വാജിബാണ്. ഇപ്പൊ നിസ്കരിക്കണമെങ്കിൽ ഔറത്ത് മറക്കണം, ഔറത്ത് മറക്കണമെങ്കിൽ വസ്ത്രം വേണം, അതതിൻ്റെ ഫാക്ടറിയിൽ പോയി അത് നെയ്തിട്ട് വരണം, അതിന് ഫാം ചെയ്യണം. ഫാമിംഗ് ചെയ്യണമെങ്കിൽ സയന്റിസ്റ്റുകൾ വിത്തുകൾ ശരിയായ രീതിയിൽ അതിനെ പരിചരിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തണം. ടെക്നോളജി വേണം, മെഷീനറി വേണം. ഇതൊക്കെ ഓരോരോ ഏരിയകളാണ്. ഖിബില ഫൈൻഡർ വേണം, ഖിബില ഫൈൻഡർ കോമ്പാസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഖിബില ആപ്പുകളുണ്ട്, നമുക്കിന്ന് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം അവിടെ നിർബന്ധമാണെന്നാണ്. അത് പഠിക്കാൻ നിർബന്ധമായിട്ട് വരുന്നതാണ്. ശുദ്ധവെള്ളം വേണം പഠിക്കണമെങ്കിൽ, നമുക്ക് നിസ്കരിക്കണമെങ്കിൽ വെള്ളം വേണം, wudu എടുക്കണമെങ്കിൽ, അല്ലേ? വെള്ളം ലഭ്യമാകാൻ ആവശ്യമായ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അത് മുഴുവനും പഠിച്ചിരിക്കൽ അതിന്റെ ആളുകൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ആരിത് പഠിച്ചില്ല എന്ന് വന്നാൽ ഉമ്മത്ത് മൊത്തത്തിൽ കുറ്റക്കാരാവുന്ന. നിസ്കാരത്തിന്റെ മുഖമ്മിലാത്തുകളും നിസ്കാരത്തിന്റെ ഷുറൂത്തുകളുമായ വിഷയങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ, ഇബാദത്തിന് ആവശ്യമായ സർവ്വസംഗതിയും പഠിക്കലും അറിയലും അതത് ആളുകൾക്ക് നിർബന്ധമാണ്. ഇത് ഒരാൾ തന്നെ എല്ലാം പഠിക്കണം എന്നതിനർത്ഥമില്ല.
നാട്ടിൽ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ ആ നാട്ടുകാരെ മുഴുവൻ കുറ്റക്കാരാണെന്നാണ്. ഒരു എഞ്ചിനീയർ വേണം, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആലൈഹി പറയാം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ട വിഷയമാണ്. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും നമുക്കത് സർവീസ് ലഭ്യമാണത് മറ്റൊരു വിഷയം. പക്ഷേ ഓരോന്നിനും നിസ്കാരമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, അത് സാധ്യമാകാൻ എന്തൊക്കെ ഷർത്തുകളുണ്ടോ ആ ഷർത്തുകളുടെ അനിവാര്യമായ സർവ്വസംഗതിയും, കൃഷിയാണെങ്കിലും മാനുഫാക്ചറിംഗ് ആണെങ്കിലും എന്തൊക്കെയാവട്ടെ, അത് മനുഷ്യൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ശുദ്ധിയുള്ള സ്ഥലമാവണം, ശുദ്ധിയുള്ള വസ്ത്രമാവണം, നജസിൽ നിന്ന് ശുദ്ധിയാവണം. നിസ്കാരത്തിന് ആവശ്യമായ എന്തല്ല, ഒരു മനുഷ്യൻ നിസ്കരിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ആരോഗ്യത്തിന് ഭക്ഷണം വേണം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം രീതികളിൽ മനുഷ്യന് ഇൻഡസ്ട്രി സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ, മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മെഡിസിൻ, എല്ലാം നിസ്കാരവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അതിന്റെ പൂരകങ്ങളാണോ, അതൊക്കെ പഠിച്ചിരിക്കലും അറിയലും പ്രവർത്തിക്കലും നിർബന്ധമാണെന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിഷയം പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ റൂഹ് നിലനിൽക്കുന്ന കാലത്തോളം, ശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം ബോധ്യമുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് ബോധമുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഇബാദത്ത് നിസ്കാരം മാത്രമാണ്. അല്ലേ? സക്കാത്ത് ഉള്ളവും കൊടുത്താൽ മതി, ഇല്ലേ കൊടുക്കണ്ട. ചില ഒരു വർഷം കൊടുക്കാനുണ്ടാവും, അടുത്ത വർഷം ഉണ്ടാവില്ല. ഹജ്ജ് വൺസ് ഇൻ ലൈഫ് ടൈം പോയാൽ മതി. പക്ഷെ നിസ്കാരം ഒരു ദിവസം 5 നേരം, നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കണം, കിടന്ന് നിസ്കരിക്കണം. കിടന്നിട്ടും കൈകാലൊന്നും ഉയർത്താൻ പറ്റില്ല, എന്നാൽ തല കൊണ്ട് ആംഗ്യം കാണിക്കണം, അല്ലാഹു അക്ബർ, റുക്കൂ അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ. ഇത് കഴിയില്ലേ, കണ്ണിന്റെ കൺപോള കൊണ്ട് ആംഗ്യം കാണിക്കണം. അതിനും കഴിയില്ലേ, മനസ്സിനുള്ളിൽ ഞാൻ നിസ്കരിക്കുകയാണെന്ന് ബോധിക്കണം. ചിലപ്പോൾ എന്തുണ്ടാവും, കോമയിലാണെന്ന് ആൾക്കാർ പറയും, ഡോക്ടർമാർ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടാവും, ഡോക്ടർമാർ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടാവും. ഞാൻ അടുത്തറിയുന്ന എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടൊരു സുഹൃത്ത് കോമയിൽ ആയിപ്പോയി. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നഴ്സുമാർ പറയുന്നുണ്ട് രക്ഷപ്പെടും തോന്നുന്നില്ല, ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ 1 വർഷം ആയിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ ആളുടെ ഹാർട്ട് ബീറ്റിന് പ്രശ്നമാണ്, എല്ലാം മൾട്ടിപ്പിൾ ഫെയില്യൂർ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിലാണെങ്കിലോ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷെ അവരുടെ ICUവിൽ കയറ്റിയിരിക്കുകയാണ്, വെന്റിലേറ്ററിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അവരെന്നെ പറയുന്നുണ്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ രക്ഷപ്പെട്ടു വന്ന മനുഷ്യൻ പറയാം, ഞാനത് കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കണ്ണ് തുറന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷേ എന്നെ വേറെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ എന്ന്. എന്നിട്ട് അവിടെ നിന്ന് ബന്ധുവായൊരു ഡോക്ടർ ചെന്ന് കാണുമ്പോഴാണെങ്കിൽ എന്ത് പണിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കോഴിക്കോട് കൊണ്ടുപോകുന്നത്. ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആൾ പറയാം, ഞാനിത് കേൾക്കുന്നുണ്ട്, നഴ്സുമാരെ അടുത്തുനിന്ന് ഒന്ന് പോകുന്നത്, ഇയാളിപ്പോൾ കഴിയൂട്ടോ, സാധ്യതയില്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ബോധ്യമുണ്ടോ, ഒതുടുക്കാൻ നിങ്ങൾക്ക് സംവിധാനമില്ല, എന്നാൽ പോലും ളറൂറത്തൻ നിങ്ങൾക്ക് ഒതുമില്ലാതെയും നിങ്ങൾ അവിടെ നിസ്കരിച്ചേ പറ്റൂ. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ ഓർക്കണം, ഞാൻ നിസ്കരിക്കുക, ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ്, ഞാൻ ഇപ്പോൾ റുക്ഉഇലാണ്, ഇഅ്തിദാലിലാണ്, സുജൂദിലാണ്, തഹിയ്യാത്തിലാണ്. ഖൽബ് കൊണ്ട് ഓർക്കൽ നിർബന്ധമാണ്. അതും ഓർക്കാൻ നിങ്ങൾ കൊണ്ട് സാധ്യമല്ലേ, നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമില്ല. ബോധമുള്ള കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ 5 വക്ത് നിസ്കാരം, ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം എന്താണ് നിസ്കാരത്തിന്റെ വില. അഖിമിസ്സലാഹ് ലിദിക്രി, നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കാരം ഇഖാമത്ത് ചെയ്യണം. അഖാമ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഇളകാതെ ഒരു ബേസ്മെന്റിൽ പിടിച്ചു നിർത്തുമ്പോഴാണ് അഖാമഹു എന്ന് പറയാ. ഒരു സ്റ്റമ്പ് നിങ്ങളവിടെ ഗ്രൗണ്ടിൽ സ്റ്റാമ്പ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞു അല്ലേ, അപ്പം എന്ത് പറയും, അഖാമഹു, അതിനെ പിടിച്ചു നിർത്തി. ഒരു പില്ലർ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചു, ഒരു മരത്തടി നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടു, അഖാമഹു, എന്താ അതിനർത്ഥം, അത് ആടിയൊലയൂല, അത് സ്റ്റേബിളാണ്, അത് വളരെ സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അഖാമ, അഖിം, അതുകൊണ്ട് അനങ്ങാതെ ശ്രദ്ധയോടെ ബോധ്യത്തോടെ മറ്റെവിടേക്കും പോകാതെ അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. അതൊക്കെ ആ അഖിം എന്നൊരൊറ്റ വാക്കിന്റെ ഉള്ളിൽ അള്ളാഹു കൊണ്ടുവന്നു. അഖിം, അത് എസ്റ്റാബ്ലിഷ് യുവർ പ്രയർ എന്നാണ്. ഡു യുവർ പ്രയർ എന്നല്ല പറയാ, സേ യുവർ പ്രയർ എന്നല്ല പറയുന്നത്. അഖിം, എസ്റ്റാബ്ലിഷ് യുവർ പ്രയർ. നിങ്ങളുടെ പ്രയർ അത്രയും ഫേം ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും ആ ജോലി തിരക്കുകൾ മുഴുവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന അള്ളാഹുവാൻ, നിങ്ങളെ തന്നെയും സൃഷ്ടിച്ച അള്ളാഹുവാൻ നിസ്കരിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജോലി
കച്ചവടം, ബിസിനസ് വലിയ തിരക്ക് പിടിച്ച സംഭവങ്ങളായിരിക്കാം. ഈ ജീവിതത്തിന്റെ ഹറക്കത്തുൽ ഹയ, ജീവിതത്തിന് ആവശ്യമായ ഈ സംവിധാനങ്ങൾ മുഴുവൻ, കച്ചവടവും വ്യവസായങ്ങളും ഡ്രൈവിങ്ങും യാത്രയും എല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ച പടച്ചവൻ പറയാൻ, എനിക്ക് വേണ്ടി നിസ്കരിച്ചേ പറ്റൂ ഈ 5 സമയങ്ങളിൽ. ജുമുഅക്കാണ് അല്ലാഹു പിടിച്ചു വിളിച്ചു കൊണ്ടുവരാം. ബാക്കി സമയത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ദുഹർ അസറിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി, അസർ മഗ്രിബിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി, മഗ്രിബ് ഇശാഇന്റെ ഉള്ളിൽ, അങ്ങനെയാണ് പറയാം. മഗ്രിബ് പെട്ടെന്ന് കളായി പോകുന്ന പലരും പേടിച്ചു, പിന്നെ ഇനി കളായി പോയില്ലേ എന്ന് പറയാം. അല്ലല്ലോ, ഇശാ ബാങ്ക് കൊടുക്കുന്നവരെ മഗ്രിബ് നിസ്കരിക്കാൻ സമയമുണ്ട്, അതാ തന്നെയാണ്. അപ്പൊ അങ്ങനെയല്ലല്ലോ മദ്രസ കേട്ടത്. ആ ചുവന്ന ചുവപ്പും ചുവന്ന അത് മായുമ്പം തന്നെ ഇശാ ബാങ്ക് കൊടുക്കണത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അഖിമിസ് സ്വലാ അല്ലാഹു ജുമുഅക്ക് വരുമ്പോൾ വിളിച്ചു. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് നിങ്ങളെ വിളിച്ചാൽ, നിങ്ങളോട് വിളിയാളമുണ്ടായാൽ, ജുമുഅക്ക് വരണേ എന്ന് വാങ്ക് വിളിച്ചാൽ, വാങ്ക് കൊടുക്കാൻ സമയമായാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഓടി വരണം. ഓടി വരണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തിരക്കിലാണെന്ന് അല്ലാഹുക്കറിയാം. ഫസ്അഉ വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ നിർത്തിവെക്കണം. കച്ചവടം നിർത്തിയിട്ട് നിങ്ങൾ നിസ്കാരത്തിന് ഓടി വരണം. ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ നിർബന്ധമാക്കിയ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഓടി വരണം. വാങ്ങിക്കൊടുത്താൽ പിന്നെ ഷട്ടർ താത്തിയേ പറ്റൂ. ജുമുഅന്റെ ദിവസം നിർബന്ധമാണ്. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടം എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു വിൽപ്പന എന്നാ പറഞ്ഞത്. അപ്പൊ വാങ്ങലോ? കൊടുക്കുന്നു, കൊടുത്താലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. വിൽപ്പനയാണല്ലോ അവിടെ പ്രാധാന്യം. വിറ്റാലല്ലേ വാങ്ങുന്നതിന് വാങ്ങാൻ ചാൻസ് ഉള്ളൂ. വിൽക്കുന്നവനാണ് കാശുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത്. അവനാണ് പണമുണ്ടാക്കണമെന്ന ഒരു ത്വര. ആർക്കാ? വാങ്ങുന്നാക്കാണോ വിൽക്കുന്നാക്കാണോ ഉണ്ടാവുക? കൂടുതൽ വാങ്ങണമെന്ന ആവശ്യം വിൽക്കുന്നവർക്കല്ലേ. അതുകൊണ്ടല്ലേ ബായ് 1 ദിറം 2 ദിറം 4 ദിറം തന്നെ പിന്നാലെ കൂടുന്നത്. അവർക്ക് വിൽക്കണമെന്ന ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇന്ന് വാങ്ങിച്ചാൽ നാളെ വാങ്ങിച്ചെന്ന് വരും. ചില സാധനങ്ങൾ അങ്ങനെയാണ്, ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല അവിടെ നിന്ന് വാങ്ങിച്ചെന്ന് വരും. പക്ഷെ വിൽപ്പന എന്നത് മനുഷ്യൻ ഒരു ആഗ്രഹത്തിൽ ചെയ്യുന്നൊരു പണിയാണ്. അതുകൊണ്ട് വിൽപ്പന നിർത്തിവെക്കണം എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. വദറുൽ ബൈഅ, ബൈഅ നിർത്തിവെക്കണം. അപ്പൊ വാങ്ങലോ അത് നിർത്തിയേ പറ്റൂ. പക്ഷെ ബൈഅ നിർത്തിയാൽ ഓട്ടോമാറ്റിക്കലി വാങ്ങൽ നിൽക്കും. വിൽക്കാനല്ലെങ്കിൽ പിന്നെ എങ്ങനെ വാങ്ങിക്കുക? അതുകൊണ്ട് അല്ലാഹു കച്ചവടത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ജുമുഅക്ക് പോകുമ്പോൾ പറഞ്ഞത് നിങ്ങൾ വിൽപ്പന നിർത്തണം എന്ന് പറയും. വദറുൽ ബൈ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വരാനുള്ള പ്രതിഫലത്തിന്റെ വിവരവും അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധം ചെയ്താൽ കിട്ടുന്ന ശിക്ഷയുടെ വിവരവും നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഖൈറ് എന്ന് പറഞ്ഞു. വഇദാ ഖുളിയത്തിസ് സ്വലാഹ്, നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, പിന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് പരക്കണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം റഹ്മത്ത് എവിടെയാണ് കിട്ടുക എന്ന് നിങ്ങൾ ഓടി അന്വേഷിക്കണം. എന്താ പറയാൻ കാരണം? കച്ചവടം ഇട്ടേച്ച് ഓടി വരാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ തിരിച്ചു പോയിക്കോ. കച്ചവടം ഇട്ടേച്ച് നിങ്ങൾ അല്ലാഹുവിന് വരണം എന്നാ പറഞ്ഞത്. കാരണം നിങ്ങളുടെ കച്ചവടത്തേക്കാൾ വലുതാണിത്. കാരണം നിങ്ങളെ തന്നെ ഉണ്ടാക്കിയ ആളാണ് ഈ പണിക്ക് വരണം എന്ന് പറയണത്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു വാഹനം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു മെഷീനറി, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ, അത് ഇടക്കിടക്ക് അതിന്റെ മെക്കാനിക്കിന് എടുത്ത് കാണിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, അത് ഒരു ചെറിയ ഓയിൽ ചേഞ്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു വയർ പോയിട്ടേ ഉള്ളൂ, ബാറ്ററി ചാർജ് കുറവേ ഉള്ളൂ, ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ സമയം ഫിക്സ് ആക്കി തന്നാൽ ആ സാധനത്തിന് വല്ല കുഴപ്പമുണ്ടാവോ? ഇല്ല. എന്നതുപോലെ അള്ളാഹു ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ ശരീരം. ഈ ശരീരം ഇതിന്റെ ഖാലിഖായ അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ്. 5 നേരം ഒരു ദിവസം. ഈ മെഷീന് വല്ല കുഴപ്പമുണ്ടാവോ? ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി അഖിമിസ് സ്വലാത്ത ലിദിക്രി, അവിടെയാണ് വിഷയം കിടക്കുന്നത്. നിസ്കരിക്കണം, നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഗായ, അതിന്റെ ലക്ഷ്യം, ഈ അടുത്തൊരു ഒരു ചൈനീസ് എഴുത്തുകാരൻ, പേര് മറന്നുമല്ല, അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഞെട്ടിപ്പോയി. ജപ്പാനിൽ, ചൈനീസ് അല്ല, ഒരു ജാപ്പാനീസ് എഴുത്തുകാരൻ. അദ്ദേഹം
ജപ്പാനിലെ ഒരു സ്ത്രീ തന്റെ അയൽവാസിയായ ഒരു മുസ്ലിം ചെറുക്കൻ 5 നേരം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് ആ പെണ്ണ് വിചാരിച്ചു, ഒരു മുസ്ലിം ഒന്നല്ല, അവർ വിചാരിച്ചു ഈ ചെറുക്കൻ എന്തോ കാര്യമായിട്ട് അവൻ്റെ പടച്ചവനോട് ചോദിക്കുകയായിരിക്കും. അപ്പോൾ ചെറുക്കനോട് ഒന്ന് ചോദിക്കുകയാണ്, ചെറുപ്പക്കാരനോട്, അല്ല നീ എന്താണ് ഇത്ര കൂടുതൽ പടച്ചവനോട് ചോദിക്കുന്നത് ചോദിച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് ചോദിക്കലാണ്, ചോദിച്ചു വാങ്ങലാണ്. പ്രാർത്ഥന കുറേ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കുറേ വാങ്ങാനുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ ലക്ഷ്യം, അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആ സഹോദരി ഞെട്ടിപ്പോയി എന്ന്. എങ്ങനെ? ഞങ്ങൾ നിസ്കരിക്കണതേ 5 നേരം ഞങ്ങൾ നിസ്കരിക്കുക ഞങ്ങൾക്ക് നിർബന്ധമാണ്, അത് ഞങ്ങളുടെ റസൂല് പഠിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ ഈ നിസ്കരിക്കണതേ ഒന്നും ചോദിക്കാനല്ല, ഈ നിസ്കാരത്തിന്റെ ലക്ഷ്യം ലിദിക്രി, ഞങ്ങളുടെ റബ്ബിനെ ഓർക്കാനാണ്, അള്ളാഹുവിനെ ഓർക്കലാണ് നിസ്കാരം, നമ്മൾ കാര്യം ചോദിച്ചു വാങ്ങാനുള്ളതല്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ അള്ളാഹുവിനോട് കാര്യം ചോദിക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ബാക്കിയൊക്കെ അവസാന ഭാഗത്ത് റബ്ബിനോട് കാവൽ ചോദിക്കുന്ന അത്തഹിയാത്തിന്റെ അവസാനത്തെ ദുആ, നിർബന്ധമായ ഭാഗമല്ല അത്. അവിടെ നമ്മൾ അദാബുൽ ഖബറും അദാബുൻ നാറും മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്, അദാബുൻ നാർ എന്ന് കാവൽ ചോദിക്കുന്നുണ്ട്, സ്വർഗം ചോദിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം സ്വലാത്തുൽ ഇബ്രാഹിമിയ കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്നത്. സ്വലാത്തുൽ ഇബ്രാഹിമിയ മുഴുവൻ തന്നെ നിർബന്ധം വരുന്നില്ല. നിസ്കാരത്തിന്റെ ഫർള് നോക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കഴിഞ്ഞാൽ സലാം വീട്ടിയാലും നിസ്കാരം കിട്ടും. ബാക്കി നിസ്കാരത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഒരു ദുആ ദ്വാരക്കുന്നത്. അവസാന ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാലിന് കാവൽ തരണേ. ഈ കാവൽ അതും ദുനിയാവിന്റെ വിഷയം എന്നോട് ചോദിക്കുന്നില്ലല്ലോ പഠിച്ചവനോട്. നിസ്കാരത്തിന്റെ നിർബന്ധ ഭാഗമായി ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, അത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹു നേരായ മാർഗത്തിലേക്ക് ഞങ്ങളാക്കി തരയണമേ, ആണെങ്കിൽ അതിൽ നിലനിർത്തി തരയണമേ എന്നാണ് അതിനർത്ഥം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സജ്ജനങ്ങളും നീ ഇഷ്ടപ്പെട്ടവരുമായ ഒരുപാട് ആളുകളില്ലേ റബ്ബേ, അവരൊക്കെ ജീവിച്ച വഴി പോലെ അവരെ പോലെ ഞങ്ങളെയും ആക്കിത്തരയണമേ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബാക്കി മുഴുവൻ അല്ലാഹുവിനെ പ്രശംസിക്കുകയാണ്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി സമിഅ അല്ലാഹു ലിമൻ ഹംദ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽഅർദ്. അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ് റബ്ബേ, ആകാശ ലോകങ്ങൾ നിറയെ നിനക്കാണ് റബ്ബേ സ്തുതി. ഇനി അതല്ലാത്ത വല്ലതും നീ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് നിറയും നിനക്കാണ് റബ്ബേ സ്തുതി. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നിന്നെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് റബ്ബേ. റബ്ബി ഗ്ഫിർലി വർഹംനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി വഅഫു അന്നി. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആയാണ്, പക്ഷേ മഗ്ഫിറത്തിന്റെയും ഉബൂദിയത്തിന്റെയും ദുആയാണ്. ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ എന്ന് സമ്മതിക്കുന്ന ദുആയാണ്. എന്നല്ല എനിക്ക് അത് തരണേ ഇത് തരണേ ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ നിസ്കാരത്തിന്റെ ഉദ്ദേശം ചോദിച്ചു വാങ്ങലല്ല. ഞങ്ങളുടെ നിസ്കാരത്തിന്റെ ഉദ്ദേശം ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലിദിക്രി, അല്ലാഹുവിനെ ഓർക്കാനാണ്, അല്ലാഹുവിനെ ഓർക്കലാണ്. അതുകൊണ്ട് വഅഖിമിസ്സലാ, മൂസ നബിയെ ഞാൻ അല്ലാഹുവാണെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഉബൂദിയത്ത് എനിക്ക് നൽകണം. ഞാൻ നിങ്ങളുടെ സയ്യിദാൻ, നിങ്ങൾ എൻ്റെ അബ്ദാൻ. അതുകൊണ്ട് നിങ്ങളുടെ അടിമത്വം നിങ്ങൾ എനിക്ക് നൽകണം. അതിനെന്ത് ചെയ്യണം? വഅഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തണം. ഏത് നിസ്കാരം? വുളൂഓടുകൂടെ, ഖിബിലക്ക് മുന്നിട്ട്, ഔറത്ത് മറച്ചുകൊണ്ട്, ശുദ്ധിയോടുകൂടെ, മുത്തനബി തങ്ങൾ പഠിപ്പിച്ച പോലെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അസ്സലാമു അലൈക്കും എന്നതിൽ അവസാനിക്കുന്ന ആ നിസ്കാരം നിങ്ങൾ എനിക്ക് നിലനിർത്തിയേ പറ്റൂ. ലിദിക്രി, എൻ്റെ സ്മരണക്ക് വേണ്ടി. ലിദിക്രി, ആ ദിക്രി എന്നതിന് 4 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ മഹാനായ അല്ലാമ റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി തഫ്സീറുൽ കബീർ അല്ലെങ്കിൽ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ ലോകപ്രസിദ്ധമായ തഫ്സീറുണ്ട്. മഹാനവറുകൾ സൂറത്തുൽ ബഖറയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാഫിളൂ അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ആ ആയത്തിനെ തഫ്സീർ ചെയ്തപ്പോഴേ ഫീഹി ഫായിദതാൻ, അതിൽ 2 ഫായിദയുണ്ട് എന്ന് ഇമാം റാസി തങ്ങൾ പറഞ്ഞു. അൽ ഫായിദത്തുൽ ഊല, ഒന്നാമത്തേത് ഹാഫിളൂ അലസ് സ്വലവ, നിസ്കാരം നിങ്ങൾ നിലനിർത്തേണമേ, 5 നേര നിസ്കാരം. വസ്സലാത്തിൽ വുസ്താ, അസ്ർ നിസ്കാരം പ്രത്യേകിച്ചും നിങ്ങൾ നിലനിർത്തണം. അത് നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. അതൊന്ന് ഉച്ച കഴിഞ്ഞ് മോട്ടച്ചോറൊക്കെ നടിച്ചൊന്ന് ഉറങ്ങിപ്പോയി ഒന്ന് ക്ഷീണം പിടിച്ച് മറന്നു പോകാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങാടിയിലോ ബിസിനസ്സിലോ ജോലി തിരക്കിലോ ആയി പെട്ടെന്ന് നിസ്കരിക്കാൻ ഈ കസ്റ്റമർ കഴിയട്ടെ അടുത്തത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും മഗ്രിബായി പോകും.
അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിക്കുന്ന, നഷ്ടപ്പെടാൻ സാധ്യതയേറെയുള്ള, എന്നാൽ 5 നിസ്കാരങ്ങളിൽ വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ അസ്ർ. അതിനാണ് സ്വലാത്തുൽ വുസ്ത എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. അത് മുഫസ്സിരീങ്ങളിൽ ജുംഹൂരിൽ മുഫസ്സിരീൻ, ബഹുഭൂരിപക്ഷ മുഫസ്സിരീങ്ങളുടെയും അഭിപ്രായ പ്രകാരം അത് അസ്ർ നിസ്കാരമാണെന്നാണ്. അതുകൊണ്ട് ഇവിടെ ഹാഫിളു, നിങ്ങൾ നിസ്കാരം നിലനിർത്തേണമേ, നിസ്കാരത്തെ സൂക്ഷിച്ചുകൊണ്ട് നടക്കേണമേ. അതൊരു സില്ലിയായിട്ട് വിടരുത്. നമ്മുടെ മീറ്റിങ്ങിനേക്കാളും വലുതാണ് നിസ്കാരം, നമ്മുടെ ക്ലാസ്സിനേക്കാളും വലുത് തന്നെയാണ് നിസ്കാരം, നമ്മുടെ കല്യാണത്തെക്കാളും വലുതാണ് നിസ്കാരം, നമ്മുടെ സൽക്കാരത്തെക്കാളും വലുതാണ് നിസ്കാരം, നമ്മുടെ ഏത് എൻഗേജ്മെന്റിനേക്കാളും വലുതാണ് നിസ്കാരം. അതുകൊണ്ട് നിങ്ങളത് നിലനിർത്തി കൊണ്ടുപോരണം, നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞെടുത്ത് ഇമാം റാജി തങ്ങൾ പറയാണ്, വമുഹാഫളത്തു സ്വലാഹ് ബിമുഹാഫളതി മുഖവ്വിമാതിഹ. നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ നിസ്കാരത്തെ ഗൗനിക്കുക എന്നതിന് ഒരു മഅന, നിസ്കാരം പൂർത്തിയാവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഗൗനിക്കലാണ് നിസ്കാരം ഗൗനിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല? നിസ്കാരം പൂർത്തിയാവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഗൗനിക്കുന്നിടത്താണ് ഒരാൾ നിസ്കാരം ഗൗനിക്കുന്നുണ്ട് എന്ന് വരുന്നത്. മനസ്സിലായില്ല? എന്താണ്? നിസ്കരിക്കണമെങ്കിൽ ഔറത്ത് മറക്കണം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, യാത്ര പോവുകയാണ്. ഇപ്പോൾ പുതിയൊരു സിസ്റ്റന്റ് മുട്ടുവരെ മറിയാത്ത ട്രൗസർ ഇട്ടിട്ട് ഫ്ലൈറ്റിലൊക്കെ ആൾക്കാർ, നമ്മൾ മലയാളി അല്ലാത്തൊരു മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ആൾക്കാരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അഹമ്മദും മുഹമ്മദും സുബൈറും ഹംസക്കിയ തന്നെയാണ് ഇത് ഇടുന്നത്. അതാണ് വലിയ അത്ഭുതം. അതിട്ട് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല പാവാട എന്തെങ്കിലും മേലിട്ടിട്ട് കാലം മറിച്ചിട്ട് നിസ്കരിക്കണം. അതിപ്പോൾ പോക്കറ്റിൽ കരുതുന്നുണ്ടാവോ, ബാഗിലുണ്ടോ, എനിക്കറിയില്ല, നമ്മളാരും തെറ്റിദ്ധരിക്കല്ല. പക്ഷേ ഒരു സ്റ്റൈലിന് ഇറങ്ങുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നിസ്കാരം വരും, ദീർഘയാത്രയാണ്, സുബഹി വരും, ളുഹർ വരും, അസ്ർ വരും, മഗ്രിബ് വരും, എനിക്ക് നിസ്കരിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മയിൽ ഔറത്ത് മറച്ചിട്ടേ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അത് നിസ്കാരത്തെ ബഹുമാനിക്കലാണ്. അല്ലെങ്കിൽ കീറിയ ജീൻസ് ഉണ്ടല്ലോ പൈസ കൊടുത്ത് വാങ്ങുന്നത്, പൈസ കൊടുത്തിട്ട് വാങ്ങുക കീറിയത്, അത് മോഡലാണല്ലോ. എന്തിന് നിസ്കരിക്കാൻ പറ്റുമോ? അവന്റെ തൊലി നിറം കാണൂല്ലേ? ബഷറത്തിന്റെ നിറം, തൊലിയുടെ നിറം കാണുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ഷഫാഫാൻ എന്ന് പറയും. അങ്ങനത്തെ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഷർത്ത് ശരിയായിട്ടില്ല. സത്റുൽ ഔറ എന്ന് പറഞ്ഞ ഷർത്ത് അവിടെ ബാത്തിലായി. വഅഖിമിസ് സ്വലാ, നിസ്കാരം കൃത്യമായും അതിനെ നിലനിർത്തണം എന്ന് പറയുമ്പോൾ ബിവാജിബാതിഹ വഫറാഇദിഹ വശുറൂതിഹ വസുനനിഹ വമുകമ്മിലാതിഹ, നിസ്കാരത്തിന്റെ ഫർളും അതിന്റെ സുന്നത്തും അതിന്റെ വാജിബും അതിന്റെ ഷർത്തുകളും മുഴുവൻ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ട് വേണം നിസ്കരിക്കാൻ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കും, എനിക്ക് നിസ്കാരം വരാൻ പോകുന്നുണ്ട്. വസ്ത്രത്തിൽ നജസാക്കൂല. എന്തേ? എനിക്ക് നിസ്കരിക്കാനുണ്ട്. ബാത്റൂമുകൾ ഉണ്ടാവും. ഇപ്പോൾ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഇഷ്ടംപോലെ ബാത്റൂം സൗകര്യങ്ങളുണ്ടാവും. ഡോർ ഉള്ളതുണ്ടാവും, ഡോർ ഇല്ലാത്തതുണ്ടാവും. ഡോർ ഇല്ലാത്തിടത്ത് നിന്ന് മൂത്രമൊഴിച്ച് പോരുന്ന മഹാന്മാരുണ്ട്. അവിടെ കഴുകാൻ പോലും സൗകര്യം ഉണ്ടാവില്ല, ഫ്ലഷ് ചെയ്ത് പോകുന്നുണ്ടാവാം. ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഫ്ലഷ് ഇല്ല, ഒരുപാട് നാടുകളുണ്ട്. അത് വേറെ വിഷയം. ബോട്ടിൽ കരുതി നമ്മൾ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ ഉള്ള സൗകര്യം ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ വെള്ളം കൊണ്ട് കഴുകൽ സുന്നത്ത് നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ അത് സുനനുൽ ഫിത്ര, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അംബിയാഇന്റെയും പാരമ്പര്യമായി കടന്നു വന്ന സുന്നത്തുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിൽപ്പെട്ടതാണ്. ബാത്റൂം പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉപയോഗിക്കാൻ, ഒരാൾ ടിഷ്യൂ കൊണ്ട് ക്ലീൻ ചെയ്താലും ക്ലീനിങ് എന്ന നിലയിൽ അത് ശുദ്ധിയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. പക്ഷേ വെള്ളമുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ചെയ്യലാണ് ഏറ്റവും അതിന് അഭികാമ്യവും ശുദ്ധിയും വൃത്തിയും. അവിടുന്ന് മൂത്രമൊഴിച്ചിട്ട് കഴുകാതെ പോരും. ആര്? നിസ്കരിക്കണം എന്ന് ഓർമ്മല്ല ആളത് നിൽക്കൂല, വെയിറ്റ് ചെയ്യും. ഈ ഡോറ് തുറന്നിട്ട് ഒരാൾ വരട്ടെ എന്നിട്ട് ഞാൻ പോയിക്കോളാം. മറ്റേത് മിനിമം മനുഷ്യന്മാരുടെ മുമ്പിൽ ഔറത്ത് കാണിക്കലാണ്. എങ്ങനെയൊക്കെ നിങ്ങൾ മറഞ്ഞു നിന്നാലും ആ നിൽക്കാനുള്ള സൗകര്യം എത്രയെന്ന് അറിയില്ലേ? ഒരു മനുഷ്യന്റെ ഔറത്ത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? നജസ് ദേഹത്തേക്ക് ആവാൻ സാധ്യത കൂടുതലല്ലേ? നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, നിസ്കാരത്തോട് ഗൗനിക്കുന്ന ഒരു മനുഷ്യനാണോ അയാൾ ശരീരത്തിൽ നജസാവാതെ സൂക്ഷിച്ചിരിക്കും. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ യാത്ര പോവാൻ, എല്ലാം കഴിഞ്ഞാൽ പോയി ഒന്നു കൊടുക്കും. എന്തേ? എനിക്ക് നിസ്കാരം ഉണ്ടാവും, വഴിയിൽ നിസ്കാരം ഉണ്ടാവും, എനിക്ക് ഒന്നു വേണ്ടി വരും. മുഅ്മിനീങ്ങളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ ഹദീസുണ്ട്. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇമാം അഹ്മദ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, അഹ്മദ് എന്നവർ മുസ്നദിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സു,
നിങ്ങൾ നേർക്കുനേരെ ജീവിക്കണമേ. വലൻ തുഹ്സൂ, നിങ്ങൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും അത് വേണ്ട വിധം ആക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പറഞ്ഞു, വലൻ യുഹാഫിള അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ, മുഅ്മിനായ ഒരു മനുഷ്യന് മാത്രമേ മുഴുസമയം വുദൂഇൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. വുദൂ നമുക്ക് നിസ്കാരത്തിന്റെ കെട്ടെടുത്ത് നോക്കൂ. ളുഹർ കഴിഞ്ഞാൽ പിന്നെ അസറായി, ളുഹർ കഴിഞ്ഞ് മിനിമം ഒരു മണിക്കൂറെങ്കിലും ആ വുദൂ നമുക്ക് കീപ്പ് ചെയ്തൂടെ? ചിലപ്പോൾ 2 മണിക്കൂർ കിട്ടും. അസർ കഴിഞ്ഞാൽ ആ വുദൂ 1 മണിക്കൂർ മിനിമം കിട്ടൂലേ? വുദൂവിന്റെ മുമ്പ് നിങ്ങൾ മൂത്രമൊഴിച്ച് റാഹത്തായിട്ട് വുദൂ എടുത്തതാണ്, 1 മണിക്കൂറോ 2 മണിക്കൂറോ കിട്ടും. 4 മണിക്കൂർ കിട്ടിയോ? മഗ്രിബ് കഴിഞ്ഞാൽ ഇഷ വരെ ചിലപ്പോൾ അത് കിട്ടും. അല്ലെങ്കിൽ ഇഷാന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ വുദൂ എടുത്തോ, ഒരു 1.5 മണിക്കൂർ എന്നാലും കിട്ടി. ഇഷ കഴിഞ്ഞിട്ടും ആ വുദൂ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. മിനിമം ഒരു ഡേ ടൈമിൽ 6 or 7 മണിക്കൂർ നമുക്ക്, അല്ലെങ്കിൽ 8 മണിക്കൂർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വുദൂ കിട്ടും. നിസ്കാരത്തിന് മാത്രം വുദൂ എടുക്കുകയാണെങ്കിൽ സുബഹിന്റെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ അവിടെയും കിട്ടി. ഒരു 10 മണിക്കൂറൊക്കെ വുദൂ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും. അത്രയ്ക്കല്ലൊരു ഡേ ടൈമിലുള്ളൂ. 10, 14, 15 മണിക്കൂറാകുമ്പോഴേക്കും നമ്മൾ ടയേർഡായി. എന്നാലും ഒരു പകൽ സമയത്തിന്റെ വലിയൊരു സമയം നമുക്ക് വുദൂ കിട്ടുന്നുണ്ട്. അങ്ങനെ വുദൂ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നത് അതൊരു മുഅ്മിനിന് മാത്രമേ കഴിയൂ. സൗബാനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മൗലയായ ഖാദിമായിരുന്ന സൗബാൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, റളിയല്ലാഹു അൻഹു, വലൻ യുഹാഫിള അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ. അതുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയാൻ, നിസ്കാരം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴേ നിസ്കാരം ശ്രദ്ധിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഔറത്ത് വേണം, വുദൂ വേണം, വസ്ത്രം വൃത്തിയായിരിക്കണം, അതിന്റെ കാര്യങ്ങൾ വേണം. നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കാന്ന് വിചാരിക്കുക, ആദ്യം എന്താ ചോദിക്കുക? നമ്മുടെ റൂം ബോയിയോട് കിബില എങ്ങോട്ടാണ് അല്ലേ? കിബില എങ്ങോട്ടാന്ന് ചോദിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ ആദ്യം ചിന്തിക്കുക അതാണ്, എവിടേക്കാണ് കിബില. ഇവിടെ സാധനം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വലൻ യുഹാഫിള അലൽ വുദൂഇ ഇല്ല, മുഅ്മിനായ മനുഷ്യന്റെ കൺസേൺ അല്ലാഹുവാണ്. മുഅ്മിനായ മനുഷ്യന്റെ കൺസേൺ അവന്റെ നിസ്കാരമാണ്. മുഅ്മിനായ മനുഷ്യന്റെ കൺസേൺ അവന്റെ വുദൂആണ്, അവന്റെ ഔറത്താണ്, അവന്റെ വൃത്തിയാണ്, അവന്റെ വസ്ത്രമാണ്. ഇത് സൂക്ഷിക്കുന്നുണ്ടോ അവരാണ് ഹാഫിളു അല സ്വലവ, നിസ്കാരം നിലനിർത്തണമേ എന്ന് പറഞ്ഞാൽ മുഹാഫളത്തു സ്വലാത്തി ബിമുഹാഫളത്തി മുഖവ്വിമാതിഹാ. പിന്നെ മഹാനവറുകൾ പറഞ്ഞു, അതിൽ അള്ളാഹു മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ നിസ്കാരം എന്ന് പറയുന്നത് ഹാഫിളു, ഹാഫള യുഹാഫിളു, ഫാഅല യുഫാഇലു എന്ന് പറഞ്ഞ വസ്നാണത്. ഖാതല യുഖാതിലു, ശാതമ യുശാതിമു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നർത്ഥം വരും ഇതിന്. ഇപ്പൊ ഖതല ഉദാഹരണം പറയാം, ഒരാളൊരു മനുഷ്യനെ ലറബ ലാറബ, ഉദാഹരണം പറയാം, ഒരാളെ പോയി അടിച്ചു, ലാറബ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാല ലാറബ എന്ന് പറയാം. ഖതല എന്ന് പറഞ്ഞാൽ പോയി കൊന്നുന്നാ, ഒരുത്തൻ സാധുവായിരിക്കും. ഖാതല എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്തു എന്നാ, എന്ന് പറഞ്ഞാൽ രണ്ടാൾ അങ്ങോട്ടും കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. ഹാഫള എന്നത് അങ്ങനത്തെ ഒരു വാക്കാണ്, സൂക്ഷിക്കണമേ. അപ്പൊ ഇത് സൂക്ഷിച്ചാൽ അതും സൂക്ഷിക്കും. അങ്ങനെ ഒരു 2 ഭാഗത്തു നിന്നും സംരക്ഷണം കിട്ടും എന്നൊരർത്ഥം ആ വാക്കിനുള്ളിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനർത്ഥം? ഹാഫിളു, നിങ്ങൾ നിസ്കാരം നിലനിർത്തണമേ എന്ന് പറഞ്ഞാൽ ഇദാ ഹാഫൾത അലാ സ്വലാതിക സ്വലാതുക തുഹാഫിളുക, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ നിസ്കാരം നിങ്ങൾക്ക് സംരക്ഷണം തരും. അത് ജോലി സ്ഥലത്താണെങ്കിൽ വലിയ മാനേജറെ പേടിച്ച് നടക്കുകയാണ്, അള്ളാഹിനെ പേടിയില്ലാതെ മാനേജറെ പേടിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം ഖളാക്കി കളയാണ്. അതിന് അവ്വല് വക്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വരും, കുഴപ്പമില്ല, ജോലി തിരക്കിലാണ്. എന്നാലും ആ നിസ്കാരം ഖളാഅിന് മുമ്പ് തന്നെയെങ്കിലും നിസ്കരിക്കണ്ടേ, ജോലി തിരക്കാണെങ്കിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഖിമി സ്വലാത്ത ലിദിക്രി എന്ന് പറഞ്ഞിടത്തെ എന്റെ സ്മരണക്ക് വേണ്ടി എന്ന് പറഞ്ഞതിന് ഒരു മഅന, 4 മഅനകൾ നമുക്ക് ചർച്ച ചെയ്യാൻ. ഒന്നാമത്തെ മഅന ഐ ലിദിക്രി വഹ്ദി, എന്നെ മാത്രം ഓർത്ത് നിസ്കരിച്ചാൽ മതി. നിങ്ങൾ ഓർക്കുന്നത് എന്നെയായിരിക്കണം, എന്നെ മാത്രം, അതിനിടയ്ക്ക് വേറെ ആരും കയറി വരരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ഖാലിസത്തൻ ലിവജ്ഹില്ല, വേറെ ഒരാൾ കാണാനോ, ഒരാൾ ഫോട്ടോ എടുത്ത് വിടാനോ, ഒരാൾ നിങ്ങളെ പറ്റി എന്തെങ്കിലും നല്ലത് പറയാനോ, ഒരാൾ നിങ്ങളെ പറ്റി ഇംപ്രഷൻ, ഇതിനൊന്നും നിങ്ങൾ നിസ്കരിക്കേണ്ട. അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ഷോ ഓഫ്, ആൾക്കാരെ കാണിക്കുക എന്നാണ്. അത് കുറെ ആളെ കാണിച്ചില്ലെങ്കിൽ കുറച്ചാളെ കാണിച്ചാൽ ഇത് മതി എന്നാണ്. സൂറത്ത് ത്വാഹ ഓതി ഒരു ചരിത്രം പറയാറുണ്ട് ആലിമീങ്ങള്. ഒരു മനുഷ്യൻ മനോഹരമായിട്ട് നിസ്കാരത്തിൽ സൂറത്ത് ത്വാഹ ഓതി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹാഫിളാണ്, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-60 ആയത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുണ്ട് 135 വരെ ഓതാനുണ്ടല്ലോ.
അപ്പോഴാണ് വീടിന്റെ ജനല് തുറന്നു ഓതുമ്പോൾ ആരോ ഒരാൾ അതിൽ പോകുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് ഉഷാറാക്കി ഈണത്തിൽ രാഗത്തിലാണ് ഓതാൻ തുടങ്ങി. അദ്ദേഹം അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു എന്നാ ഫീമായറന്നായിം, ചുമരിന്റെ മുകളിൽ സൂറത്ത് ത്വാഹ ഇങ്ങനെ നീർത്തി വെച്ചിരിക്കുകയാണ്. ഓരോ ആയത്ത് കഴിഞ്ഞാലും അശറ ഹസനാത്ത്, 10 കൂലി 10 കൂലി 10 10 10 10 10 60 ആയത്ത് വരെ 10, 60 കഴിഞ്ഞിട്ട് 0 0 0 0 0 0 0 0 0 0. അവൻ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, അതെന്ത് കഥ? ഞാൻ അത് മുഴുവൻ ഓതിയിട്ട് 60 വരെ 10, ബാക്കി എന്താ എങ്ങനെ? ഈ 60 വരെ നിങ്ങൾ ഓതിയത് അള്ളാഹ്ക്ക് വേണ്ടി ഓതിയതാണ്, പിന്നെ നിങ്ങൾ ഓതിയത് മറ്റേ ചങ്ങയ്ക്ക് വേണ്ടി ഓതിയതാ, അവിടെ പോയി വാങ്ങിയാൽ മതി 30 രൂപയുടെ കൂലി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിലൊരു നുക്തയുണ്ട്, ഇതൊരു പാഠമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നു, ഇതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ മനസ്സിലാക്കൽ മാത്രം മതി. മുത്തുനബി തങ്ങളെ മനസ്സിലാക്കൽ, ദീൻ പഠിക്കൽ മാത്രം. വേറെ ഈ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ വന്നാൽ ഈ വരവ് നഷ്ടമാണ്. നിങ്ങളുടെ പെട്രോൾ നഷ്ടമാണ്, സമയം നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അള്ളാഹിനെ പറ്റി പഠിക്കണം, റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കണം, ഖുർആൻ പഠിക്കണം, ദീൻ മനസ്സിലാക്കണം. എന്നല്ലാതെ ഫ്രണ്ട്സിനെ കാണാൻ, ലവറെ കാണാൻ, മറ്റോലെ കാണാൻ, ഇതിനൊന്നും ഇങ്ങോട്ട് വരണ്ട. കാര്യമുണ്ടോ? ഇല്ല. കൂട്ടുകാരികളെ കാണാൻ വേണ്ടി വന്നു, കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നു, വല്ല കാര്യമുണ്ടോ? ആ വെറുതെ ടൈം അങ്ങ് വേസ്റ്റ്. എന്തിനാ വേസ്റ്റ്? പെരുകുത്തിരുന്നാൽ പോരെ. അള്ളാഹുവിന്റെ സ്മരണയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിഷയം എന്ന് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. عن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم عن ابي هريره صحيح مسلم ابو هريره തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് قال رسول الله قال الله عز وجل انا اغنى الشركاء عن الشرك انا اغنى الشركاء. അല്ലാഹു തആല പറയാ, ഒരുപാട് പാർട്ണർമാരുണ്ടായിരിക്കാം പലരുടെയും ബിസിനസ്സിൽ, കൂട്ടുകെട്ടുകളിൽ, പല ഇതിലും പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം, ഷുറക ശരീക്കുകൾ ഉണ്ടാകും. പക്ഷേ ആ ശരീക്കുകളിൽ വെച്ച് ഏറ്റവും മുതലാളിയായ ശരീക്കാണ് ഞാൻ. എനിക്ക് എന്റെ പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യം തന്നെയല്ല. അള്ളാഹു തആല പറയാം, പാർട്ട്ണർഷിപ്പ് ഉണ്ടാവില്ലേ? 5% 10% കൂറ് കൂടുന്നില്ലേ? അള്ളാഹ് പറയും, എന്റെ കൂറിക്ക് വേണ്ട. നീ നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട അമല്, മാതാപിതാക്കളെ നോക്കുന്നുണ്ട്, അത് അള്ളാഹു കണ്ടാൽ മതി, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അത് മതി, അവിടെ നിർത്ത്. പിന്നെ കൂടെ നാട്ടുകാരും കൂടെ അറിയട്ടെ, ഞാൻ സെൽഫ് ഇടട്ടെ, ഉമ്മാനുമാപ്പനെ ഹജ്ജിന് കൊണ്ടുപോയിന്ന് അറിയട്ടെ, അവരെ ഉംറക്ക് കൊണ്ടുപോയിന്ന് കാണട്ടെ, അവർക്ക് ഇത് ചെയ്തു കൊടുത്തു എന്ന് കാണട്ടെ. എന്തിന്? നിങ്ങൾ ചെയ്യുന്ന അമൽ അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ എന്തിനെ വേറെ ആളെ കാണിക്കേണ്ട കാര്യം? നിങ്ങൾ ദാനം ചെയ്യുന്നു, അള്ളാഹു കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധം മനുഷ്യന് മതിയായില്ല. ഇത് വേറെ ആരെങ്കിലും കാണണം എന്നതിന്റെ കൂടെ അവൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹു തആല പറയും, എന്റെ ഷെയർ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട. അതാണ്, ഞാൻ ഷെയർ ഹോൾഡേഴ്സിൽ മുതലാളിയായ ഷെയർ ഹോൾഡറാണ്, എന്റെ ഷെയർ ഞാനാണ് ഒഴിവാക്കും. അള്ളാഹു തആല പറയും, എനിക്കത് വേണ്ട, എന്റെ കൂടെ എടുത്തോട്ടെ, ഞാൻ മുതലാളിയാണ്. അള്ളാഹു പറയാം, ആ പാർട്ട്ണർഷിപ്പ് എനിക്ക് വേണ്ട. ഇതിനാണ് റിയാഇനെയാണ് അശ്ശിർക്കുൽ ഖഫീ എന്ന് പറയുന്നത്. ഷിർക്കുൽ ഖഫീ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാതെ വേറെ പടച്ചവന്മാരുണ്ട് എന്ന ഷിർക്ക് മുസ്ലിമാരും ചെയ്യുന്നു, എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹു അല്ലാതെ വേറെ പടച്ചവന്റെ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടെന്നൊരു മുസ്ലിം വിശ്വസിക്കോ? വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ മുസ്ലിമുമല്ല. പക്ഷേ നമുക്ക് വന്നു പോകാൻ സാധ്യതയുള്ള ഒരു ശിർക്കുണ്ട്. അതാണ് റിയാ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിയാ തങ്ങൾ പറഞ്ഞു, ഞാൻ പേടിക്കുകയാണ്, അഖ്ഫ മിനൻ നംലത്തി സൗദാ അല സഖറത്തി സമ്മ ഫിൽ ലൈലത്തി ളൽമ. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറ സങ്കല്പിക്കുക. നല്ല ഇരുട്ടുള്ള രാത്രിയാണ്. ഇത് അഖ്റജ യദഹു ലം യകദ യറാഹ. സ്വന്തം കൈ ഇങ്ങോട്ട് നീട്ടിയ പോലും കൈ കാണൂല, അങ്ങനത്തെ ഇരുട്ട്. സങ്കല്പിക്കാൻ പറ്റൂലേ? ലൈറ്റ് ഓഫ് ആക്കണം, സങ്കല്പിച്ചു. അങ്ങനത്തെ ഒരു ഇരുട്ടിൽ കറുത്ത ഒരു പാറ, അതിലൊരു വൈറ്റ് ലൈൻസ് ഡിസൈൻ പോലുമല്ലോ, കറുത്ത പാറയാണ്. സങ്കല്പിച്ചൂടെ? ഇരുട്ട്, അതിൻ്റെ ഉള്ളിൽ കറുത്തൊരു പാറ. നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്, അവിടെ ഒരു കറുത്ത ഉറുമ്പ് ആ പാറപ്പുറത്തുണ്ട്. ടോർച്ചുമില്ല, വെളിച്ചമില്ല, മെഴുതിരില്ല, ലൈറ്റുമില്ല. കാണാൻ പറ്റുമോ? ഇതുപോലെ കാണാൻ പറ്റാത്തതാണ് റിയാ എന്ന് പറഞ്ഞ ഷിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെന്നെ അറിയില്ല നമുക്കിതുണ്ടോ. പേടിക്കണം. നമ്മൾ ചെയ്യുന്ന നിസ്സാര, ഇപ്പൊ ഈ സെൽഫി സ്റ്റാറ്റസ് ഒക്കെ വന്നില്ലേ, ഫുള്ള് റിയാ. ഇതൊക്കെ ഷോ ഓഫാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ശരി, ഒരു മെസ്സേജ്, പലരും മെസ്സേജ് കൊടുക്കാൻ തരാം, മറ്റവനെ കൊള്ളാൻ വേണ്ടി, മറ്റവനെ തോണ്ടാൻ വേണ്ടി, ആ കുടുംബത്തിലൊന്ന് കലക്കാൻ വേണ്ടി, അതിനൊക്കെ മെസ്സേജ് കൊടുക്കുക. നല്ല നല്ല വേദന്റെ ക്ലിപ്പൊക്കെ വിട്ട് എന്തെന്നറിയോ, കിടക്കട്ടെ. അതല്ല ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദീനു അൻ നസീഹ. നല്ല ഉദ്ദേശം, എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ചെയ്യുന്നതാ ദഅവത്ത്.
അല്ലാത്തതൊക്കെ വെറുതെ പിരികയറ്റാൻ വേണ്ടി ചെയ്യുന്ന ദുൽമുകളാണ്. അപ്പൊ സ്റ്റാറ്റസ് വെക്കുക, ഒരു ഹദീസ് സ്റ്റാറ്റസ് വെക്കുക, മറ്റവന്റെ കോട്ടിങ് സ്റ്റാറ്റസ് വെക്കുക, വേറെ ആടെ ക്ലിപ്പ്, അതിന്റെ ലക്ഷ്യം വേറെ ആയിരിക്കും. ആർക്കോ മറുപടി കൊടുക്കാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്താ സ്മരിച്ചിരിക്കണത്? ശരിയല്ലേ? ഞാൻ ജീവിതത്തിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒരൊറ്റ സ്റ്റാറ്റസ് കാണരുത്. എപ്പോഴെങ്കിലും അറിയാണ്ട് തൊട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ നോക്കാറില്ല അത്. അങ്ങനെ പിന്നെ ആരൊക്കെ എന്റെ സ്റ്റാറ്റസ് കണ്ടു വേറെ വിഷയമാണ്. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. പിന്നെ എന്തിന് നമ്മൾ അയാളെ അമൽ കളയുന്നു? ഇന്നതാ സ്റ്റോറി ഇടുക. എന്തിനിവിടെ പോയി, നിങ്ങൾ എവിടെ യാത്ര ചെയ്ത്, നിങ്ങൾ എവിടെയുള്ളത്? ഇപ്പൊ പറയും സ്റ്റാറ്റസിൽ കാണുന്നുണ്ട് ആളിപ്പോ കശ്മീരിലാണെന്ന്, സ്റ്റാറ്റസ് കാണുന്നുണ്ട് ആളിപ്പം സ്വിറ്റ്സർലൻഡിലാണെന്ന്. എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? ആളുകൾ അറിയിക്കേണ്ട വല്ല കാര്യമാണോ? എന്ന് അറിയിച്ചോളൂ. അതിൽ വല്ല ഫായിദയുമുണ്ടോ, വല്ല ഇൽമുമുണ്ടോ, വല്ല ഹിക്മത്തുമുണ്ടോ? നിങ്ങൾ ചെയ്തോളൂ നല്ല ഉദ്ദേശത്തോടു കൂടെ. എല്ലാം റിയാ ആണ്. റിയാഇന്റെ ഒരു ലോകമാണ് ഇത്. നിങ്ങൾക്ക് റിയാ ഉണ്ടോ എന്ന് പോലും അറിയൽ പ്രയാസമാണ്. ഏതുപോലെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് ഒരു കറുത്ത ഉറുമ്പ് നടന്നാൽ നിങ്ങൾക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് റിയാ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പ്രയാസമായിരിക്കും. അത് ശിർക്കാണ്. അത് ശിർക്കുൽ ഖഫി, കാണാൻ പറ്റാത്ത ഗോപ്യമായ ദ സറ്റിൽ ഷിർക്ക്, കാണാൻ പറ്റാത്ത ഒരു ഷിർക്ക് എന്ന് പറയുന്നത്. അത്രയും സറ്റിലാണത്. അത് നമ്മുടെ കണ്ണുകൊണ്ട് അറിയാൻ പറ്റൂല. അതിനെ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്ന ചാരിറ്റി, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മൾ മക്കളെ നോക്കുന്നത്, നമ്മൾ കുട്ടികളെ കൊണ്ടുനടക്കുന്നത്, നമ്മൾ നമ്മുടെ ഭാര്യയെ നോക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നത്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നത്, എന്തിനൊക്കെ പറയേണ്ട കാര്യം? ഇതൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യും? ആരെയാണോ നീ നിയ്യത്ത് ചെയ്തത് അവരുടെ അടുത്ത് പോയി വാങ്ങിക്കോ എന്ന് പറയുന്ന കൂലി ഞാൻ തരൂല. എനിക്കത് വേണ്ട, എന്റെ ഷെയർ എനിക്ക് വേണ്ട. അള്ളാഹു അങ്ങനെ പറയാം. ഷെയർ ഹോൾഡേഴ്സിൽ വെച്ച് ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്റെ ഷെയർ എനിക്ക് വേണ്ട എന്ന് വിചാരിക്കും. അതാണ് അള്ളാഹുവിന്റെ രീതി. എനിക്ക് ഷെയർ തന്നെ വേണ്ട അള്ളാഹു തആല പറയാം. അതുകൊണ്ട് ആർക്കാണോ നിങ്ങൾ നിയ്യത്ത് ചെയ്തത് അവരുടെ പോയി വാങ്ങിച്ചോ. എന്തുകൊണ്ട്? അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായിരിക്കെ, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യം എനിക്ക് പോരാ, നാട്ടുകാരും കാണുന്നുണ്ട് എന്ന് എനിക്ക് ബോധിക്കണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആലോചിക്കണേ. അത് അള്ളാഹു കാണുന്നുണ്ടെന്ന് മതിയായില്ല, നാട്ടിലും കൂടെ കാണട്ടെ. അള്ളാഹു കണ്ടാൽ മനുഷ്യരുടെ മനസ്സിലേക്ക് നിങ്ങളെപ്പറ്റി നല്ല ചിന്ത കൊണ്ടുവരാൻ അള്ളാഹു കഴിയും. ഇനി അള്ളാഹു നിങ്ങൾക്ക് വല്ല പരീക്ഷണവും ഉദ്ദേശിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ ആരുടെയും മനസ്സ് നന്നാക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. അഖിമിസ് സ്വലാത്ത ലിദിക്രി. അതുകൊണ്ട് റിയാ ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഷയത്തിൽ പച്ചയായ മനുഷ്യന്മാരായിട്ട് നിൽക്കാന്ന റിയാ വേണ്ട, ആരെയും കാണിക്കണ്ടെന്നാ, ആരെയും കാണിക്കണ്ടെന്ന്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ തെറ്റ് കിട്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ? പള്ളിക്ക് വന്നിട്ട് ആൾക്കാരുടെ തോളിൽ ചവിട്ടിയിട്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് സ്ഥലം ഉണ്ടാക്കി മുമ്പ് പോയിരിക്കലാണ്. തഖത്തുർ റിഖാബ്, ശാപം വരെ വരുമെന്നാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കാം, കുഴപ്പമില്ല. അല്ലാതെ വെറുതെ തിക്കിത്തിരക്കി അവിടെ ബാക്കിൽ വന്നിട്ട് മുമ്പിലേക്ക് വന്നിരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച വരയാണ് പള്ളിയിലെ വരാന്ന്. എങ്ങനെ? എൻ്റെ അടുത്ത് ആദ്യം വന്നവരെടുക്കട്ടെ, രണ്ടാമത് വന്നവരെടുക്കട്ടെ, അടുത്ത വന്നവരെടുക്കട്ടെ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ജുമുഅക്ക് വേണ്ടി സമയവും സന്ദർഭമൊക്കെ ഉണ്ടായിട്ട് നേരത്തെ വന്നവരാരാണ്, വരാത്തവരാരാണ്? ആ ഗ്യാപ്പ് കയറി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ആ വര റബ്ബ് വരച്ചു കഴിഞ്ഞത് ആദ്യം വരുന്നവർക്ക് വന്നിരിക്കാനാണ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പിൽ ആൾക്കാർ കയറിയിരിക്കണം. കാരണം അത് അള്ളാഹുവിന്റെ ഒരു സിസ്റ്റത്തെ കൊഞ്ഞനം കാണിക്കലാണ്. ഞാൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെ 10 മാർക്ക് ഇപ്പുറത്ത് പൂജിട്ടിട്ട് 100 കൊടുക്കുക, ഞാൻ ജയിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട്? അത് അള്ളാഹു വരച്ച വരയാണെന്ന് മനസ്സിലാക്കണം. പള്ളിയിലെ സൊഫിന്റെ വര, മെഹ്റാബിന്റെ മുമ്പിൽ, ഖുതുബക്ക് മിംബറിയുടെ മുമ്പിൽ കിടക്കുന്ന വര അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ ബൗണ്ടറിയാണ്. ഇവിടെ വരേണ്ടവരാര്, ഇവിടെ ഇരിക്കേണ്ടവരാര്, ഇവിടെ ഇരിക്കേണ്ടവർ അള്ളാഹുവിനറിയാം. ആദ്യം വരുന്നതിനനുസരിച്ച് അവർക്ക് കൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അഖിമിസ് സ്വലാത്ത ലിദിക്രി. സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ കലാം കൊണ്ട് റബ്ബ് ആദരിച്ചിട്ടുള്ള സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം പറയാം, മൂസാ നബിയോട് അള്ളാഹുവിന്റെ കലാം ആരംഭിക്കുകയാണ്. അഖിമിസ് സ്വലാ. ആദ്യം പറയുന്ന ഇബാദത്ത് നിസ്കാരത്തിന്റെ ഇബാദത്താണ്. പ്രായപൂർത്തിയായ ഇടം മുതൽ റൂഹ് പിരിയുന്നത് വരെ ബോധ്യമുള്ള ഒരു മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത 5 വക്ത് നേരത്തെ നിസ്കാരം. അഖിമിസ് സ്വലാത്ത ലിദിക്രി. ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ 2ാമത്തെ ഫായിദ മഹാനവർ പറയാൻ, നിസ്കാരം നിങ്ങളെ തടയും.
നിങ്ങൾക്ക് സംരക്ഷണം തരും. എങ്ങനെ? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം നിങ്ങളെ ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് തടയും. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ വന്നൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കുറച്ചാളുകൾ വന്ന് പരാതി പറഞ്ഞു, നബിയെ, ഇന്ന ഫുലാനൻ, ഇന്നാലിന്നെ നിസ്കരിക്കാൻ വരുന്ന ഒരാൾ യുസല്ലി മഅനാ വയസ്രിഖ്, നമ്മളോടൊപ്പം നിസ്കരിക്കാനും വരുന്നുണ്ട്, പോകുമ്പോൾ ചെരുപ്പെടുത്ത് പോകുന്നുണ്ട്. പൊന്നാര നബി, ഇതെന്താ കഥ? അവൻ നിസ്കരിക്കുന്ന ആളാണ്, പോയിട്ട് മോഷണം ചെയ്യും. യുസല്ലി മഅനാ വയസ്രിഖ്, നമ്മുടെ കൂടെ നിസ്കരിക്കും, ആള് മോഷണവും ചെയ്യും. ചെരുപ്പെടുത്ത് പോകുന്നു പറഞ്ഞതല്ല, ആള് നിസ്കരിക്കാൻ വന്നിട്ട് മോഷണം ചെയ്തു. പെട്ടെന്ന് കിട്ടുന്ന പോലെ കള്ളന്മാര് അവര് നിസ്കരിക്കുന്നുണ്ട് നബിയെ, ആ മനുഷ്യൻ മോഷണവും ചെയ്യുന്നുണ്ട്. നമ്മളെന്താ വിചാരിക്കുക? തങ്ങൾ എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നാ പിന്നെ മുബരെ പിടിച്ച് കൈയും കാലം പിടിച്ച് കൊണ്ടുവരുന്നത് നമുക്കൊന്ന് കൈകാര്യം ചെയ്യണമെന്നാണോ പറഞ്ഞത്? അല്ല. എന്നാ പിന്നെ അയാൾ നിസ്കരിക്കാൻ വരുമ്പോൾ തന്നെ ആട്ടി പറഞ്ഞയച്ചേക്കണം, പുത്തുറുതു, അതങ്ങട്ട് ആട്ടി പറഞ്ഞേക്കണം എന്നാണോ പറയണത് നിബിധങ്ങള്? അല്ല. ദഊഹു, നിങ്ങളൊന്നും ചെയ്യണ്ട. ലഅല്ല സ്വലാതഹു തൻഹാ, ആ നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മെല്ലെ 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 അവനിൽ നിന്ന് ഈ ചീത്ത സ്വഭാവം ഇല്ലായ്മ ചെയ്തു കളയും. നിസ്കരിച്ചോട്ടെ. ലഅല്ല സ്വലാതഹു തൻഹാ, ഈ നിസ്കാരം കാരണം അവന്റെ ഈ ദുഷ്പ്രവൃത്തി അവൻ ഓട്ടോമാറ്റിക്കലി നിർത്തിക്കളയും. അതുകൊണ്ട് കള്ളുകുടിയന്മാർ നിസ്കരിക്കൽ വളരെ കുറവായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. കള്ളുകുടി ശീലം എപ്പോഴെങ്കിലും പോയി പിടിച്ച് പെട്ടവന്റെ കാര്യമല്ല പറയുന്നത്. കുടി കയ്യിൽ കിട്ടിയാൽ കുടിക്കും, കാശുണ്ടോ കുടിക്കും. കാശില്ലാത്തപ്പോൾ കുടിക്കാത്ത ഒരുപാട് മഹാന്മാരുണ്ട്. എന്താ കാര്യം? നിവൃത്തിയില്ലാത്തതുകൊണ്ട്. പൈസ ഉണ്ടായിട്ട് കുടിക്കുന്നുണ്ടോ ഇല്ലയോ? കുടിക്ക് അടിമപ്പെട്ട മനുഷ്യൻ, ഡ്രഗിന് അടിമപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്നത് കാണാൻ കഴിയില്ല. എന്തെങ്കിലും കാരണം പറയും. ആദ്യം ജുമാ നിസ്കരിക്കാനാവും, പിന്നെ പെരുന്നാളും പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല, 5 വക്താദി ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നറിയോ? മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാൻ, എന്തിനാ പിശാച് നിങ്ങളെ കൊണ്ട് ഈ സാധനം കുടിക്കണ കണ്ടാൽ എന്തോ കയ്പിനീര് കുടി, അള്ളാഹുവിന്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, എന്നാലും പോയി കുടിക്കുന്നതാണുള്ളത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം ദൂഷ്യങ്ങൾ ചെയ്യൂല. പിന്നെ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാ, അള്ളാനെ ഓർക്കരുത് എന്നുദ്ദേശിച്ചുകൊണ്ടാണ് പിശാച് നിങ്ങൾ ഇത് കുടിപ്പിക്കുന്നത്. ആദ്യം അതൊന്നും പറഞ്ഞുതരൂല. പിശാചാദ്യം ഒരു സിപ്പടിക്കടോ എന്നാ പറയാ. ഒരു സിപ്പല്ലേ, എന്ത് സിപ്പാണെങ്കിലും എന്റെ ഈമാനിന് അനുവദിക്കുന്നില്ല. ഈ സിപ്പടിക്കാതെ നിങ്ങളുടെ കൂടാൻ എനിക്ക് പറ്റൂല, നിങ്ങളുടെ കൂട്ടുകിട്ട് എനിക്ക് വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം. നിങ്ങളുടെ റൂമിൽ താമസിക്കുമ്പോൾ നിങ്ങൾ കൂട്ടമായി കുടിക്കുമ്പോൾ ഒരു ഇറക്കെങ്കിലും ഒരു അരക്ലാസെങ്കിലും ഞാൻ കുടിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ വേറെ റൂം എടുത്ത് പോയിക്കോളാം എന്ന് പറയേണ്ടവനാണ് വിശ്വാസി. എന്നല്ലാതെ എന്നാ കിടക്ക, ആ ഒരൊറ്റ സിപ്പാണ് വിഷയം, അത് കുടിച്ചോ നിങ്ങൾ മുഴുകുടിയനായി മാറിയിരിക്കും. ആ ഒരു അരസിപ്പ്, ഒരു സ്പൂണാണ് വിഷയം, അല്ലാതെ ഒരു കുപ്പിയല്ല വിഷയം. ആദ്യം കുടിക്കുന്ന ഒരു സ്പൂൺ, ആദ്യം കുടിക്കുന്ന 1 ഔൺസ്, അവിടെയാണ് വിഷയം കിടക്കുന്നത്. അത് നിങ്ങൾ അള്ളാഹുവിന്റെ ഹിർമത്തിനെ നിങ്ങൾ പൊളിച്ചോ, പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ഓട്ടോമാറ്റിക് പൊളിഞ്ഞോളും. പിശാചുദ്ദേശിക്കുന്നത് അള്ളാഹിനെ ഓർക്കരുതെന്നാ. പിന്നെ എങ്ങനെ അവർക്ക് നിസ്കരിക്കാൻ തൗഫീഖ് ഉണ്ടാവുക? ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ, മദ്യപിക്കുന്നവർ, മയക്കുമരുന്ന് ലഹരിയും അടിമപ്പെടുന്നവർ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ അടർത്തിയെടുക്കുകയും നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയും ചെയ്യാനാണ് പിശാച് ഇത് ചെയ്യുന്നത്. അപ്പം മക്കളെ വാപ്പമാർ പുറത്താക്കേണ്ടി വരും, ഉമ്മമാർ മക്കളോട് വീട്ടിൽ കയറണ്ടെന്ന് പറയേണ്ടി വരും, ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ വേണ്ടാന്ന് പറയേണ്ടി വരും, ജ്യേഷ്ഠാനുജന്മാർ ഇങ്ങനെ അനുജൻ എനിക്കില്ലെന്ന് പറയേണ്ടി വരും, നാട്ടുകാർക്ക് ഇവ ഞങ്ങളുടെ നാട്ടുകാരനല്ല എന്ന് പറയേണ്ടി വരും. സർവാളുകളുടെ ഇടയിലും നിങ്ങൾക്ക് വെറുപ്പും ശത്രുതയും ഉണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്ന പണിയാണിത്. വയസുദ്ദക്കും അൻ ദിക്രില്ല, ഒരു നിസ്കാരത്തിന്റെയോ ഒരു ദിക്റിന്റെയോ ഒരു മജ്ലിസിലോ ഒരു സ്വലാത്തിലോ ഒരു മജ്ലിസുൻ നൂറിലോ ഒരു വഅദിനോ ഒരു ഉറുദിക്കോ ഒരു ദർസിനോ ഇവരെ കിട്ടുകയുമില്ല. നിസ്കരിക്കാൻ അത്രയും കിട്ടൂല. വഅനിസ്വലാ, അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന ഒന്നും അവർക്ക് പറ്റൂല. പിന്നെ പറഞ്ഞു വഅനിസ്വലാ, നിസ്കാരവും അവരെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുഴുകുടിയനായിട്ട് 5 വക്ത് നിസ്കരിക്കണ ഏതെങ്കിലും ഒരു കള്ളുടിനാരെങ്കിലും എനിക്കൊന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞു തരണേ. കാരണം ഈ ആയത്തിന്റെ മാന മനസ്സിലാക്കിയെടുത്ത് തെറ്റുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കരിക്കൂല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്.
നിസ്കരിക്കാൻ മുമ്പ് നാങ്ങി കാണിച്ചേക്കാം, പക്ഷെ അവർക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. പിശാച് ഉദ്ദേശിക്കുന്നത് അതാണ്, നിസ്കാരം നിർത്താൻ വേണ്ടിയിട്ട് ഈ പരിപാടി തുടങ്ങുന്നത്. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ള. അതുകൊണ്ട് നിസ്കാരം ഹാഫിളു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണം കിട്ടുന്ന കാര്യം. നിങ്ങൾ നിസ്കാരത്തെ സംരക്ഷിച്ചാൽ നിസ്കാരം നിങ്ങളെ സംരക്ഷിക്കും ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്. ഏതുപോലെ ആ മനുഷ്യന്റെ മോഷണം നിസ്കാരം കൊണ്ട് ഇല്ലാതെയാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ദഊ ലഅല്ല സ്വലാതഹു തൻഹാ, അയാളെ വിട്ടേക്കിൻ, ആ നിസ്കാരം കൊണ്ട് അയാൾ നന്നായേക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്കും നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ പരിചയക്കാരിലും അറിവിലും നാട്ടിലും വീട്ടിലും ഇവിടെയൊക്കെ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ പായസം നിയ്യത്ത് ചെയ്ത് നമ്മുടെ സഹോദരൻ ഈ സദസ്സിലുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ, മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ, എല്ലാവിധ വിപത്തുകളും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന ഇഖ്തർതുക ഫസ്തമി' ലിമാ യൂഹാ. إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى وأقم الصلاة لذكري. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അതിന് ഹാഫിദു അല സ്വലവാത്ത് അവിടെ പറഞ്ഞെടുത്ത് മഹാൻ പറയാണ്, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തരും. വഖാല അല്ലാഹു ഇന്നി മഅകും ലഇൻ അഖംതുമിസ് സ്വലാഹ്. സൂറത്തുൽ മാഇദ അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ. നിങ്ങൾ നിസ്കാരം ശരിക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ലഇൻ അഖംതുമിസ് സ്വലാഹ്. ആദ്യം നന്നാക്കേണ്ട വിഷയം അതാണ്. ഖളാവൂട്ടിന്റെ വിഷയം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യട്ടെ മോമഞ്ഞി ഇൻഷാ അല്ലാഹ്. വഅഖിമിസ് സ്വലാത ലിദിക്രി. അതിന് ആദ്യത്തെ 4 മഅന കൊടുക്കുന്നതിൽ ഒന്നാമത്തെ മഅന വഅഖിമിസ് സ്വലാത, നിസ്കാരം നിലനിർത്തേണമേ മൂസ നബിയെ. ലിദിക്രി, ഞാൻ നിങ്ങളെ ഓർത്തതിന്റെ പേരിൽ നിങ്ങളിലേക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഞാൻ നബിയായിട്ട് തെരഞ്ഞെടുക്കുകയാണ് മൂസ നബിയെ. യാ മൂസ എന്ന് വിളിച്ച് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മൂസ നബിയെ നിങ്ങളെ ഞാൻ ഓർക്കുകയും പറയുകയും ചെയ്തുവല്ലോ, അതിന് നന്ദിയായിട്ട് നിങ്ങളിലേക്ക് നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം ഒരു ശുക്റാണ് എന്ന് വന്നു. നിസ്കാരം ഒരു ശുക്റാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണ്. ഏതുപോലെ ഇപ്പോ ഹനഫി മദ്ഹബില് മറ്റു ഫഖഹാക്കളൊക്കെ വിവരിച്ചത് കാണാം, ഒരു സന്തോഷമുള്ള കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സുജൂദ് ചെയ്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ സുന്നത്താണ്. ചില ഫഖഹാക്കൾ പറഞ്ഞു, അല്ല 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഒരു മുസീബത്ത് നീങ്ങുകയോ ഒരു അനുഗ്രഹം വന്നു ചേരുകയോ ചെയ്താൽ അള്ളാഹുക്ക് വേണ്ടി ശുക്ർ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔൻ എന്ന അബൂജഹൽ അംറു ഇബ്നു ഹിഷാം കൊല്ലപ്പെട്ടു എന്ന് കാണുകയും അബൂജഹലിന്റെ തല കൊണ്ടുവരികയും ചെയ്തപ്പോ സ്വല്ലാ ലില്ലാഹി റകഅതൈൻ, നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ശുക്രൻ ലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രിന്റെ നിസ്കാരമുണ്ട്. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
തബൂക്കിലേക്ക് പോകാൻ താമസിച്ചു പോയ 3 മഹാന്മാരായ സ്വഹാബിമാർ, ഒന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറ റളിയല്ലാഹു അൻഹു. ഈ 3 സ്വഹാബിമാരുടെ തൗബ വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന ആയത്തിറങ്ങിയപ്പോൾ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ചരിത്രം അറിയാലോ, 50 ദിവസം സ്വഹാബിമാരാരും അവരോട് സംസാരിക്കരുത്, ആരും അവരോട് മിണ്ടരുത്, അവരോട് സലാം പോലും മടക്കരുത് എന്നുവരെ നബി തങ്ങൾ പറഞ്ഞ് വലിയൊരു ശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് 3 മഹാന്മാരായ സ്വഹാബിമാർ. എന്ന് പറഞ്ഞാൽ ദീനിന് അനിവാര്യമായ ഒരു എക്സ്പെഡിഷൻ നടക്കുമ്പോൾ പല കാരണങ്ങളും നിസ്സാര എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവർ മാറി നിന്നവരാ. മുനാഫിക്കുകൾ മുഴുവൻ പല നുണയും പറഞ്ഞ് പോയി. പക്ഷെ ഈ 3 സ്വഹാബിമാർ കാര്യം പറഞ്ഞു തങ്ങളോട്, നബിയെ ഞങ്ങൾക്ക് മടി പിടിച്ചത്, അവർ ഒരു കുഴപ്പമില്ലായിരുന്നു നബിയെ, ഞങ്ങൾക്ക് പോകാൻ ഒട്ടകണ്ട്, എല്ലാം ഇന്ന് പോകാം, ഉച്ചക്ക് പോകാം, വൈകുന്നേരം പോകാം, നാളെ പോകാം. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി പോയിട്ട് കാര്യമില്ല. അങ്ങനെയായിപ്പോയി. അങ്ങനെ നേരിട്ട് സത്യം പറഞ്ഞു, തങ്ങളെ അങ്ങയോട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നുണ പറഞ്ഞാൽ ആ നുണ അല്ലാഹു നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരും. എന്തിനാ അതിൻ്റെ അർത്ഥം? എനിക്ക് ശിക്ഷയും കിട്ടും, അതുകൊണ്ട് കിട്ടാനുള്ള ശിക്ഷ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കോളാം. അങ്ങനെ 50 ദിവസം സ്വന്തം ഭാര്യയോട് പോലും വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു ചരിത്രമാണ്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന റിയാദ് സ്വാലിഹിൽ തന്നെ 3-4 പേജുള്ള ഒരു ഹദീസാണത്, ഈ തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രം. അതിന്റെ അവസാനം തൗബ സ്വീകരിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അബ്ശിർ യാ കഅബ് ബിഖൈരി യൗമിൻ തലഅത്തി അശ്ശംസു അലൈഹി, നിങ്ങളുടെ മേൽ സൂര്യൻ ഉദിച്ചിട്ടുള്ള നാളുകളിൽ വെച്ച് ഏറ്റവും നല്ല നാളാണ് കഅബേ ഈ വന്നിരിക്കുന്നത്, അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, കഅബേ സ്വല്ലി ലില്ലാഹി റകഅതൈൻ, 2 റക്അത്ത് പോയിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. പരിശുദ്ധമായ മക്കം ഫത്ഹ് നടക്കുമ്പോൾ, മക്ക വിജയം നടക്കുമ്പോൾ മക്ക വിജയം അറിയാലോ, മക്ക ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ലഭിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയും മദീനയും അതിന്റെ ചരിത്രവും അതിന്റെ ഇതൊക്കെ പഠിക്കും വലിയ അത്ഭുതമുണ്ട്. അത് നമ്മുടെ ഹൈത്തമി ഒരു സ്പീച്ചിൽ പറഞ്ഞായിട്ട് തോന്നിയല്ലോ, നമ്മുടെ എത്തിയസ്റ്റുകൾക്ക് മറുപടി ഷുഐബുൽ ഹൈത്തമി ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്ത 2 നാട് 1400 കൊല്ലായിട്ടും ആ നാടിന്റെ സംസ്കാരവും ഭാഷയും ചരിത്രവും മാറിയിട്ടില്ല. ലോകം മൊത്തം മാറിയിട്ടുണ്ട്, ഭാഷകൾ മാറിയിട്ടുണ്ട്. നഗരങ്ങളുടെ ഉമ്മയാണ്, ഉമ്മുൽ ഖുറയാണ് മക്ക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നഗരം, അല്ലെങ്കിൽ അത്രയും ഇന്നും അതേപോലെ നിലനിൽക്കുന്ന, അതേ പേരിൽ, അതേ സംസ്കാരത്തിലും, അതേ ഭാഷയിലും, അതേ മതത്തിലും നിലനിൽക്കുന്ന ഒരു നാട് ലോകത്ത് വേറെല്ല, മക്കയും മദീനയുമല്ല. ബാക്കി രാജ്യങ്ങളുടെ ഒക്കെ ഡൈനാസ്റ്റികൾ മാറി വന്നു, ഭരണകൂടങ്ങൾ മാറി, സംസ്കാരങ്ങൾ മാറി, ആചാരങ്ങൾ മാറി, എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ മുത്തുനബി തങ്ങൾ വന്നയിടം മുതൽ മക്കയുടെയും മദീനയുടെയും സംസ്കാരം ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അറബി അവിടുത്തെ ഭാഷ. ലോകത്ത് ഇങ്ങനൊരു അത്ഭുതം വേറെ ഇല്ല എന്നാണ്. അത് മാത്രമല്ല, അറബികളിലേക്ക് എന്തുകൊണ്ട് നബി തങ്ങൾ വന്നു എന്നതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. അറബികളുടെ മൈൻഡ് സെറ്റ് ബാക്കിയുള്ളവരെ പോലെയല്ല. അവർ ബാക്കി ആര് എന്ത് ചെയ്താലും അവർക്ക് വില കൊടുക്കാൻ പറ്റില്ല. അവരിൽ നിന്ന് ഒരാൾ ഉയർന്നു വന്നാൽ, അംഗീകരിക്കാൻ പറ്റിയാൽ ലോകം പിന്നെ ആ മനുഷ്യനെ അംഗീകരിക്കും. കാരണം അറബികൾക്ക് വേറുള്ളവർ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. അന്ന് അങ്ങനെയാ ജാഹിലിയ കാലത്ത്. അന്ന് പേർഷ്യൻസിന്റെ റോമൻസിന്റെ ആർക്കും വില വെക്കൂല. അവരിലുള്ള ഉംറുൽ ഖൈസും അവരിലുള്ള മഹാകവികളും അവരാണ് അവിടെ വാഴുന്നത്. അവർക്ക് ബോധ്യപ്പെടണം ഇത് കഴിവുള്ള ആളാണെന്ന്. അപ്പോഴേ അവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിലെ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ വേറെ എവിടെയാണെങ്കിലും ലോകം മൊത്തം വിശ്വസിച്ചാലും ഒരു പക്ഷെ അറബികളെ വിശ്വസിക്കാൻ കിട്ടൂലായിരുന്നു. അറബികളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ. അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും വിഷയമല്ല. ഒരുപാട് ഹിക്മത്തുണ്ട്. പിന്നെ നബി തങ്ങളുടെ സ്വഹാബികൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കാലഘട്ടം 1,23,000 24,000 തങ്ങൾക്ക് വേണ്ടി അള്ളാഹു സജ്ജീകരിച്ച സ്വഹാബികൾ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ലോകത്ത് ഒരു സമൂഹത്തിലും കാണാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. പോട്ടെ, നമ്മളതല്ല വിഷയം. നമ്മൾ എന്താ പറയാൻ കാരണം? നമ്മൾ എന്നങ്ങോട്ട് എത്തിയത് എന്തായിരുന്നു? മക്കം ഫത്ഹ്. മാഷാ അല്ലാഹ്, റഊഫ് സാഹിബ് പറഞ്ഞല്ലോ.
സ്വലാത്തു ശുക്റിനെ സംബന്ധിച്ച് പറയാം, മക്ക വിജയം നടക്കുമ്പോൾ. അതുകൊണ്ട് മക്ക വിജയിച്ചടക്കുക എന്നത് അറേബ്യയിലാകെ സംസാരമാണ്. ഖുറൈശികളോട് ജൂതന്മാർ പറഞ്ഞു, ഖുറൈശികളോട് യമനിലെ പല ജ്യോത്സ്യന്മാരും പറഞ്ഞു, ദഅു, ആ അന്ത്യപ്രവാചകൻ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ മദീനത്തല്ലേ, മക്കയിലേക്ക് തിരിച്ചു വരികയും മക്കയെ പിടിച്ചടക്കുകയും ചെയ്താൽ ഉറപ്പിച്ചോളൂ ഇത് സത്യനബിയാണ്. കാരണം അത് വേറൊരാൾക്ക് കഴിയില്ല. അതാണ് മക്ക വിജയം എന്ന്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. മക്ക വിജയം നടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഇറക്കിയ സൂറത്താണിത്. അതുകൊണ്ട് പുണ്യ നിബിതങ്ങൾക്ക് മക്ക വിജയമുണ്ടായപ്പോൾ അറിയാലോ, നിബിതങ്ങൾ ഒട്ടകപ്പുറത്ത് കുനിഞ്ഞുകൊണ്ട് റുക്കൂഅ് ചെയ്തുകൊണ്ടാണ് മക്കയിലേക്ക് കടന്നതെന്ന്. കാരണം ആ സമയത്തൊക്കെ ആ കണ്ടോളൂ, എന്റെ ഹുങ്ക് കണ്ടോ എന്ന് പറഞ്ഞ് ഏതൊരു ഭരണാധികാരിയും നെഞ്ചി വിരിച്ച് അഹങ്കാരത്തോടെ കടക്കുന്നു. കാരണം സ്വന്തം അനുയായികളെ ചുട്ടുകൊന്നവരവിടെ ഉണ്ട്. ലിറ്ററലി, ആലങ്കാരിക പ്രയോഗമല്ല. അത്രയും ക്രൂരത കാണിച്ച ആളുകളുടെ മുമ്പിലേക്കാണ് സർവ സജ്ജീകരണത്തോടും കൂടെ ഒരു സൈന്യം കടന്നു വരുന്നത്. മുത്തുനബി കടന്നത് ഒട്ടകപ്പുറത്ത് സുജൂദ് ചെയ്ത് താടിയല് ഒട്ടകത്തിന്റെ കഴുത്തിൽ തട്ടുമായിരുന്നു. ശുക്രൻ ലില്ലാഹ്, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹങ്കരിച്ചുകൊണ്ടല്ല. എന്നിട്ട് നബി തങ്ങൾ നേരെ പോയി കുളിച്ചു. വസല്ല 8 റക്അഅത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അഅത്ത് നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൽ മഹാന്മാർ പറയുന്നു, ആ നിസ്കരിച്ച 8 റക്അഅത്ത് നിസ്കാരം ശുക്രൻ ലില്ലാഹ്, അള്ളാഹുവിന് നന്ദിയായിട്ട് ചെയ്ത നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കാരം അള്ളാഹു കൊടുക്കുന്ന നന്ദിയാണ്. ഇത് നമ്മളും മക്കളും മനസ്സിലാക്കണം. എന്തിനു നിസ്കരിക്കും? നിസ്കാരം ഒരു ഭാരം. നിസ്കരിക്കുന്നില്ലേ, കുറച്ച് ചെയ്യട്ടമ്മ, നിസ്കരിക്കണ്ടേ, ഉമ്മ ഈ പണി എന്റെ ഹോംവർക്ക് തീരട്ടെ, നിസ്കരിക്കുന്നില്ലേ മോളെ, ഉമ്മ എന്റെ അതൊന്ന് കഴിയട്ടെ, ഉമ്മ ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ. എന്തിനിത് നീട്ടിക്കൊണ്ടുപോകണം? അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ചിന്തയുള്ളവർ അത് വേഗം തീർക്കും ചെയ്യും. നേരെ മറിച്ച് ഇത് ഞാൻ എൻ്റെ അള്ളാഹുവിനോട് നന്ദി പറയാൻ, താങ്ക് യു അല്ലാഹ് ഫോർ എവറിത്തിങ് യു ഹാവ് ഗിവൺ മീ. ഇതെന്റെ റബ്ബിനോട് ഞാൻ പറയുന്ന എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ റബ്ബിനോട് ഞാൻ കാണിക്കുന്ന എൻ്റെ നന്ദിയാണ്. എന്തിന്? എനിക്ക് തന്നതിന് മുഴുവനും. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കട്ടെ. ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ എഴുന്നേൽക്കും, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാലും എഴുന്നേൽക്കും, പിന്നെ തടയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അതാണ് നിസ്കാരത്തിന്റെ ഒരു മാധുര്യം. അതാണ് നിസ്കാരത്തിന്റെ മാധുര്യം. അതിന്റെ മധുരമറിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ പൊട്ടിക്കരയും ഒരു മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധത്തിൽ ഖുറൈശികൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. അന്ന് 4 നിസ്കാരം ഖളായി പോയിട്ടുണ്ടെന്ന ഒരു ചരിത്രപ്രകാരം. അസ്ർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രബലമായ അഭിപ്രായമാണ്. 4 നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അവർ 4 നിസ്കാരവും മഗ്രിബ് കഴിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ തർത്തീബ് പ്രകാരമാണ് നിസ്കരിച്ചത്. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അതിന്റെ തർത്തീബ് ആദ്യം ഫജ്ർ, പിന്നെ ളുഹ്ർ, പിന്നെ അസ്ർ, പിന്നെ മഗ്രിബ്, ഇശ, അങ്ങനെ നിസ്കരിക്കണമെന്ന് തെളിവുദ്ധരിക്കുവാൻ ഖന്തഖിലെ സംഭവം ഫുഖഹാക്കൾ ഉദ്ധരിക്കാറുണ്ട്. തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബുയൂതഹും നാറാ, പടച്ചവനെ അവരുടെ വീടുകൾ നീ തീ കൊണ്ട് നിറക്കണമേ. എന്തിനാ വരുന്നതെന്നറിയോ? തങ്ങളുടെ വീടുകൾക്ക് തീ വെച്ചതിനല്ല. തങ്ങൾ വരുന്നത് എന്തിനാണെന്നറിയോ? നിസ്കാരം നഷ്ടപ്പെടുത്താൻ കാരണമായതിന്. അതുകൊണ്ട് അവിടെ നിന്ന് പറയുമായിരുന്നു, വജുഅലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമ എനിക്ക് എന്റെ നിസ്കാരത്തിലാണ്. കൺകുളിർമ എനിക്ക് കിട്ടുന്ന എന്റെ നിസ്കാരത്തിലാണ്. വജുഅലത് ഖുർറത്തു ഐനി ഫിസ്, നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബിബ ഇലയ്യ ത്വയ്ബു വന്നിസാ, എനിക്ക് എന്റെ ഭാര്യമാരെ ഇഷ്ടമാണ്, എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്. തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബിബ ഇലയ്യ ത്വയ്ബു വന്നിസാ, എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്, എനിക്ക് എന്റെ ഭാര്യമാരെ ഇഷ്ടമാണ്. വലാകിൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ കണ്ണിന്റെ കുളിർമ ഫിസ്സലാ, നിസ്കാരത്തിലാണ്. അത് കുട്ടികളൊപ്പം മക്കളൊപ്പം ഭാര്യയോട് ഇരിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ അസ്ത്രപൂശി നടക്കുമ്പോഴല്ല. എന്റെ സന്തോഷം, എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. അതുകൊണ്ട് തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം പറഞ്ഞ വാക്കും അതാണ്, അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കരിക്കണേ നിസ്കരിക്കണേ നിസ്കരിക്കണേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു എക്സാമിന്റെ പേര് പറഞ്ഞ് നിസ്കരിക്കാണ്ടിരിക്കരുത്. കല്യാണമുണ്ട്, പുതിയ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കാം? ജോലിക്ക് പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന ഒരു പെണ്ണിനും ഒന്നു കൊടുക്കുമ്പോൾ മുഖം കഴുകാൻ പറ്റൂല. പറ്റുമോ? നെയിൽ പോളിഷ് ഇട്ട് പോയാൽ ഒന്നു കൊടുക്കാൻ പറ്റുമോ? നെയിൽ ഫിക്സ് ചെയ്ത് പോയാൽ ഒന്നു ശരിയാവുമോ? ശരിയാവില്ല. ഈ പോളിഷ് മേക്കപ്പ് ഒക്കെ ചുരണ്ട് കാണണമെങ്കിൽ തന്നെ എന്തൊക്കെയോ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടേ പോവുള്ളൂ, അല്ലേ?
വുദൂഇന്റെ വെള്ളം ചേരുന്നതിനെ തടയുന്നത് എന്ത് ദേഹത്തുണ്ടോ വുദു ശരിയാവില്ല. വുദു ശരിയായിട്ടില്ലേ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ബാത്തിലാണ്, ഹറാമാണ്. വുദു ശരിയാവാതെ നിസ്കരിക്കൽ ഹറാമാണ്. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് മര്യാദക്ക് കഴുകാതെ വരുന്നവർക്ക് നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശിക്ഷയാണ്, അള്ളാഹുവിന്റെ ശാപമുണ്ടാകുന്നു. അപ്പൊ മടമ്പ് വെള്ളം നനക്കാതെ പോന്നാൽ അത്ര വിഷയമുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. അതുപോലെ മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോരുന്ന മൈലാഞ്ചി, സ്ക്രാച്ച് ചെയ്തിട്ട് പോരുക, പൊടിയായിട്ടാണ് പോരുക, നേരെ ഫെയ്ഡായി പോകും. പഴയ മൈലാഞ്ചികളൊക്കെ അങ്ങനെയാണ്, നാച്ചുറൽ നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചികളൊക്കെ ആ നിറങ്ങ് മങ്ങി അങ്ങ് ഇല്ലാണ്ടായി പോലെ. പക്ഷെ ഇപ്പോഴത്തെ കെമിക്കൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ചോക്കും. അത് പിന്നെ സ്ക്രാച്ച് ചെയ്തിട്ടാ പോകും. സ്ക്രാച്ച് ചെയ്ത് പോവാന്ന് പറഞ്ഞ സ്കിന്നിന്റെ മുകളിൽ ഒരു ലെയർ വന്നിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. അങ്ങനെ ലെയർ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരൂലല്ലോ. വെള്ളം ചേരാതിരുന്നാൽ വുദു ശരിയാവില്ല. അതാണ് വിഷയം. ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പോരുന്ന ഏതെങ്കിലും കളറുകൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ വിഷയം ബാധകമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാ, അവിടത്തേക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഉടൻ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആരാണോ നാം എന്ന് പറയുന്ന ഈ മെഷീനിനെ ഉണ്ടാക്കിയത്, അതിന്റെ മാനുഫാക്ചറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഈ പ്രൊഡക്റ്റിന്റെ ഡിഫക്റ്റുകൾ ക്ലിയർ ചെയ്യാൻ അതിന്റെ മാനുഫാക്ചർക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാഖിമിസ് സ്വലാത്ത ലിദിക്രി, മൂസ നബിയെ നിങ്ങൾ നിസ്കരിക്കണം, ലിദിക്രി ഇയ്യാക്, നിങ്ങളെ ഞാൻ ഓർക്കുന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിക്കണം. ഏതുപോലെ അള്ളാഹു എപ്പോഴാണ് എന്നെക്കുറിച്ച് ഓർക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരോട് പറയാം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നിവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അൽഖമ റളിയല്ലാഹു അൻഹു, സ്വഹാബിയല്ല, താബിഇയാണ്. അപ്പൊ അവർ ചോദിച്ചു, ഷെയ്ഖ് അവറുകളെ, അള്ളാഹ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ എപ്പോഴൊക്കെ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ആ സമയത്ത് അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് ഓർക്കുന്നില്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ദിക്റില്ലുമ്പോഴൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്, എനിക്കറിയാം. അതൊരു തമാശയോ അല്ലെങ്കിൽ ഒരു ഹിക്മത്തോ അടങ്ങിയ വാക്കാണത്. ഞാൻ എപ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അള്ളാഹ് എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ എപ്പോഴൊക്കെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നുണ്ടോ അള്ളാഹു എന്റെ നാമം ഉച്ചരിക്കുന്നുണ്ട്. ഫിൽ മലഇൽ അഅല, മനുഷ്യരെക്കാളും ഏറ്റവും ശുദ്ധരായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു അവനെ ഓർക്കുന്നവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ അള്ളാഹു ഓർക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വാഖിമിസ് സ്വലാത്ത ലിദിക്രി വഹ്ദി, എനിക്ക് വേണ്ടി മാത്രം എന്നെ ഓർത്തുകൊണ്ട് മാത്രം നിസ്കരിക്കണം. അതിൽ പങ്കുകാരെ കൂട്ടരുത്, റിയാ പാടില്ല, ഷോ ഓഫ് പാടില്ല, വേറെ ആരും കാണണമെന്ന് ഒരിക്കലും ഒരു നിസ്കാരത്തിലോ ഒരു ഇബാദത്തിലോ ചിന്ത വരരുത്. അങ്ങനെ നിസ്കരിക്കണം. മൂന്നാമത്തേത് വാഖിമിസ് സ്വലാത്ത ലിദിക്രി ഐ ലിവഖ്തി ദിക്രി, എന്നെ ഓർക്കാനുള്ള സമയം, ആ സമയം കൃത്യമായും പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. ലിദിക്രി എന്ന് പറഞ്ഞാൽ ഐ ലിവഖ്തി ദിക്രി, എന്നെ ഓർക്കേണ്ട സമയം. നിസ്കാരത്തിനൊരു സമയമുണ്ട്. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാം, പക്ഷെ നിസ്കാരത്തിന് പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം. ഇപ്പോ ഒരു ക്ലാസ് നടക്കാൻ അരമണിക്കൂർ നേരത്തെ വന്നു, അരമണിക്കൂർ വൈകി വന്നു. അപ്പൊ പറയും, ആ ക്ലാസ്സിന് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ, ആ സമയത്ത് എത്തിയാൽ മതി, ആ സമയത്താണ് വരേണ്ടത്, മുമ്പ് വന്നിട്ട് കാര്യമില്ല, ശേഷം വന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. ആ ക്ലാസ്സിന് വരിക, അഖിമിസ് സ്വലാത്ത ലിദിക്രി, ആ ദിക്റിന്റെ സമയത്ത് കണക്കാക്കി വരിക. അതിനോരോന്നിനും കൃത്യമായ സമയം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നാലാമത്തേത് വഖിമിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ലിദിക്രി, എനിക്ക് സ്മരണ ചെയ്യാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം ഒരു ഓർക്കലല്ലേ? നിസ്കാരം ഒരു ദിക്റല്ലയോ? ആണോ? നിസ്കാരം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ള ഒരു വസീലയല്ലേ? അള്ളാഹുവിന് ദിക്റില്ല എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ?
ഒരു അമല് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ദഹബും വരിക്കും, അതായത് സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറായത് നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഇജ്ജത്തുള്ള ഒരു അമൽ, നിങ്ങളെ പടച്ചവനിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു അമൽ. നിങ്ങൾ യുദ്ധത്തിന് പോയി തദ്രിബൂന റിഖാബഹും വയദ്രിബൂന റിഖാബക്കും, നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും തലവെട്ടുന്ന പോലെ നടക്കുന്ന യുദ്ധത്തെക്കാളും വലുത്. വർഫഇക്കും ഇൻദ മലീകിക്കും, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ അടുത്ത് ഉയർന്ന സ്ഥാനം കിട്ടുന്ന ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാ വേണ്ടെന്ന് പറയാ? ആരെങ്കിലും വേണ്ടെന്ന് പറയോ? സക്കാത്തിനേക്കാൾ, സ്വതക്കയേക്കാൾ, നിങ്ങളുടെ പിന്നെ ബാക്കിയെല്ലാ ജിഹാദിനേക്കാൾ, ബാക്കി എല്ലാ കർമ്മങ്ങളെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠമായൊരു അമല് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പുത്തുനബി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ. ഖാല ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കലാണ്. എന്തേ ഓർക്കെന്ന് പറഞ്ഞാന്നറിയോ? എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് ബോധിക്കലാണ് ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 15 വട്ടം ചൊല്ലി, 1500 പ്രാവശ്യം ചൊല്ലി, അത് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു വസീല, ഒരു മാർഗമാണത്. ഒരുപക്ഷെ നിങ്ങൾ ഓർത്തില്ല എന്ന് വരും. നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും, അള്ളാഹു ഓർത്തിട്ടില്ല. ദിക്ർ അല്ലാമ മനാവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ജാമിഉ സഗീറിന്റെ ശറഹിൽ അവരുടെ തൈസീർ എന്ന് പറയുന്ന കിതാബുണ്ട്. മഹാനവറുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയുന്നൊരു വാക്ക്, അതായത് എല്ലാ ഹാദാ ഖൽബുൻ യദൂറു അലൈഹാ റഹൽ അദിയാൻ, സർവ്വ മതങ്ങളും ഉണ്ടായത്, എല്ലാ മതങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതങ്ങൾ എന്നല്ല, ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും എല്ലാവരുടെയും ശരീഅത്ത് വന്നത്, മുത്തനബി തങ്ങളുടെ ശരീഅത്തും എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും കാതലായ വശം അള്ളാഹുവിനെ ഓർക്കലല്ലയോ? കാരണം ലിഅന്ന സ്വലാത്ത വദ്ദിക്റ വതിലാവത്തുൽ ഖുർആൻ ഇതെല്ലാം വസായിലുൽ ലിദിക്രില്ലാ, അള്ളാഹുവിനെ ഓർക്കാനുള്ള വസീലകൾ മാത്രമാണ്, മാധ്യമങ്ങൾ മാത്രമാണ്. നിസ്കരിക്കുമ്പോ കൈയും കാലും അടങ്ങി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ നമ്മൾ മുമ്പിലേക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുമ്പോ അള്ളാഹുവിനെ ഓർക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ സാധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കൽ എളുപ്പമാണ്. എന്നാൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹനെ ഓർക്കാതെ നിസ്കരിക്കുന്നവരില്ലേ? അതുകൊണ്ട് നിസ്കാരം അള്ളാഹനെ ഓർക്കലാണെന്ന് പറയാൻ വയ്യ. നിസ്കാരം അള്ളാഹുവിനെ ഓർക്കാനുള്ള വസീലയാണ്. നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുകയാണ്. നിസ്കാരവും ദിക്റും മജ്ലിസുകളും എല്ലാം അള്ളാഹുവിനെ ഓർക്കാനുള്ള വസീലകളാണ്. അതിന്റെ മാർഗമാണ്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും സ്വലാത്തൊക്കെ ചൊല്ലുമ്പോ മുത്തനബി തങ്ങളെയും അള്ളാഹുവിനെയും ഓർക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ സാധിച്ചില്ല എന്ന് വരും. കാരണം നമ്മൾ ദിക്റിലും ഇങ്ങനെ ചാരിയിരിക്കുന്നുണ്ടാവും, ഉറങ്ങി തൂങ്ങുന്നുണ്ടാവും, കാലം മടക്കി വെച്ചിട്ടുണ്ടാവും, ഓതുണ്ടായിക്കൊള്ളണമെന്നില്ല, എങ്ങോട്ടാ തിരിഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എണ്ണം പൂർത്തി ടിക് 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 നമ്മൾ അടിച്ചു നോക്കുമ്പോൾ എണ്ണമൊക്കെ കറക്റ്റ് ആയിരിക്കും. എത്ര ചൊല്ലി? 1500 ചൊല്ലിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം അള്ളാഹനെ ഓർത്തു? ഞാൻ മറ്റവന്റെ തലമുക്ക് നോക്കി, അവന്റെ കുപ്പായത്തുമുക്ക് നോക്കി, സ്റ്റേജുമുക്ക് നോക്കി, മൈക്കന്റെ മുമ്പിലെ മുലേറെ നോക്കി, എത്ര പ്രാവശ്യം അള്ളാഹനെ ഓർത്തു? അതൊന്നുമില്ല, എണ്ണം കൃത്യമാണ്. അള്ളാഹുവിനെ ഓർത്തോ? എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് മനുഷ്യന് ബോധിക്കലാണ് ദിക്റുല്ലാഹ്. അതാണ് ഈ പറഞ്ഞ യുദ്ധത്തെക്കാളും സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിനേക്കാളും അള്ളാഹിന്റെ അടുത്ത സ്ഥാനം കിട്ടി എല്ലാറ്റിനേക്കാളും ഖൈറായതെന്ന് നബി തങ്ങൾ അബൂദർദാ തങ്ങളോട് പറഞ്ഞു കൊടുത്ത സംഭവം എന്താണെന്നറിയോ? അല്ലാഹു മഈ, അല്ലാഹു നാദുരി, അല്ലാഹു ഷാഹിദി. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങളുടെ ഒരു ദിക്ർ നമ്മൾ പണ്ട് വേദനങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അല്ലാഹു മഈ, പടച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹു എൻ്റെ കൂടെ സാക്ഷിയാണ്, ഞാൻ ചെയ്യുന്നത് റബ്ബ് കാണുന്നുണ്ട്. അല്ലാഹു മഈ, അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് മനുഷ്യന് ബോധിക്കുന്നതാണ് ദിക്ർ. ആ ബോധം ഖൽബിൽ വരാൻ നിങ്ങൾക്ക് നിസ്കാരം സഹായം ചെയ്യും. അതിന് കൈകാലം അടങ്ങി ഖിബിലയിലേക്ക് തിരിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രമിട്ടിട്ട് വദു എടുത്തിട്ട് റാഹത്തായിട്ട് ഇമാമിന്റെ നല്ല മനോഹരമായൊരു മസ്ജിദ്, പള്ളിണ്ടായിട്ട് അള്ളാഹനെ ഓർക്കണം നിർബന്ധമുണ്ടോ? ഒരു മനുഷ്യൻ എവിടേക്ക് അബൂ ഹുറൈറ തങ്ങൾ തന്നെ പറഞ്ഞത് എത്ര ആളുകളുണ്ട് മസ്ജിദിന്റെ സുഹുർഫിലേക്ക് നോക്കിയിട്ട് അവർ നിസ്കാരം കിട്ടാതെ പോകുന്നു. പള്ളിന്റെ ചുരുക്കെ അവർ നോക്കുന്നുണ്ടാവും, നിസ്കാരം കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് വാഖിമിസ്വലാ, ഈ നിസ്കാരം നിങ്ങൾക്ക് എന്നെ ഓർക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം നിസ്കാരത്തിൽ. അഖിമിസ്വലാത ലിദിക്രി, ഞാൻ കൂടെയുണ്ട്, എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാനുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധിക്കാൻ കഴിയണം. അപ്പോഴാണ് നിസ്കാരമാവുന്നത്.
അപ്പൊ അങ്ങനത്തെ 2 റക്അത്ത് മതിയാവും ഒരു ബോധമില്ലാതെ 20, 50, 40 നിസ്കരിക്കുന്നതിനേക്കാൾ. അള്ളാഹുവിനെ ഓർക്കാനാണ് നിസ്കാരം. അപ്പൊ നമ്മൾ നിസ്കാരത്തിലൊക്കെ ഒരു അഴിച്ചുപണി വേണ്ടി വരും, ഒന്നുകൂടെ ഹുദൂറുൻ നഫ്സ് വേണ്ടി വരും. തറാവീഹ് നിസ്കാരമൊക്കെ നീട്ടി നിസ്കരിക്കണം എന്നാ, 20 റക്അത്ത് തന്നെ നന്നായിട്ട് സമയമെടുത്ത് നിസ്കരിക്കണം എന്നാ. ചില പറയും മൻ അമ്മ ഖൗമൻ ഫല്യുഖഫിഫ്, അല്ലേ? നിങ്ങൾ ഇമാമുക്കാണെങ്കിൽ കുറച്ച് നിസ്കാരം ഒന്ന് കനം കുറക്കണം. അത് ഫർള് നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതാ. അങ്ങാടിയിലൊക്കെ ഉള്ള ആളുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ നിസ്കാരം നീട്ടിക്കൊണ്ടുവരുന്നത് ഫർള് നിസ്കാരം. ഇതിനെക്കുറിച്ച് തറാവീഹ് പോലെയുള്ള നിസ്കാരമൊക്കെ റമളാന്റെ രാവുകളിൽ അല്ലാഹുവേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് റബ്ബേ, എനിക്ക് നിന്റെ സഹായം കിട്ടിയേ പറ്റൂ, ഞാൻ നിന്റെ അബ്ദാണ് റബ്ബേ, നിന്റെ കാൽക്കൽ ഞാൻ വന്നിരിക്കുകയാണ്, എന്നെ കഴുകി ശുദ്ധിയാക്കി തരണം പടച്ചോനെ എന്ന് അള്ളാഹുവിനോട് യാചിക്കാൻ നിൽക്കുന്ന നിസ്കാരമാണ്. അത് സമയമെടുക്കണം, വേണ്ടേ? എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഒരു മനുഷ്യൻ നിസ്കാരത്തിലുള്ള സമയം അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, ഈ മനുഷ്യനോട് റഹ്മത്ത് കാണിക്കണേ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ ഇദാ സല്ലമ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവിടെ എഴുന്നേറ്റ് പോകും. അപ്പോ എത്രത്തോളം നിസ്കാരം നീട്ടുന്നുണ്ടോ അത്രത്തോളം ദുആ കിട്ടല്ലേ? അതറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നിസ്കാരം പിന്നെ 15 മിനിറ്റ് കൊണ്ട് തീരുന്ന തറാവീഹ് ഉണ്ടോ നോക്കി നടക്കുമോ? സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജതന ഇലൈ, പടച്ചവനെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് റബ്ബേ എന്ന് ബോധിപ്പിക്കാൻ നിൽക്കുന്ന നിസ്കാരമാണ്. അതിന്റെ ദൈർഘ്യം കൂടാനല്ലേ ആഗ്രഹിക്കുക. അവിടെ ചുരുക്കണെന്ന് പറഞ്ഞാൽ ആദ്യം തറാവീക്ക് വരുമ്പോ തിന്നണത് ചുരുക്കി വന്നാൽ മതി, എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇമാമ് ചുരുക്കൽ നിർബന്ധമാണ്, ഇവിടെ തിന്നണ ചുരുക്കാനും വയ്യ. അങ്ങനെ ആയിക്കൂടല്ലോ. സുന്നത്ത് നിസ്കാരങ്ങൾ നീട്ടി നിസ്കരിക്കാനുള്ളതാ. ഫർള് ഒരു ഇമാമാണെങ്കിൽ പതുക്കെ എന്ത് ചെയ്യാം, കുറച്ച് കൺട്രോൾഡ് ആയിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. സാഹചര്യം അങ്ങനെയാണ്. കാരണം ഇന്ന ഫീകുമുൽ ദഈഫ, നിങ്ങളിൽ വൽ മരീള വൽ മുസാഫിറ, രോഗി ഉണ്ടാവും, കാലിന് വയ്യാത്തവരുണ്ടാവും, യാത്രക്കാരുണ്ടാവും, അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് ഫർള് നിസ്കരിക്കുന്ന ഇമാം ദീർഘിച്ച് നിസ്കരിപ്പിക്കരുത്. എന്നീ പെട്ടെന്ന് നിസ്കാരം നിർത്തണം. പക്ഷേ തറാവീഹ് അങ്ങനെയല്ല, ഖിയാമുൽ ലൈൽ തഹജ്ജുദ് അങ്ങനെയല്ല. നീട്ടി നിസ്കരിക്കണം, വലിയ വലിയ സൂറത്തുകൾ ഓതണം, സമയമെടുത്ത് നിസ്കരിക്കണം. എന്തുകൊണ്ട്? ഓരോ സെക്കൻഡും ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചവനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, വർഹംഹു, അള്ളാഹു ഇയാൾക്ക് റഹ്മത്ത് ചെയ്യണമേ എന്ന് ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമ്പോൾ ആർക്കാ നിസ്കാരം നിർത്താൻ തോന്നുക? അത് കുറച്ച് കൂടട്ടെ എന്നല്ലേ വിചാരിക്കുക. നമുക്കതിന്റെ മഅന മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതൊരു ഭാരമായി മാറുന്നത്. ഇത് റഹ്മത്താണ്. അള്ളാഹുവിന്റെ ലോകത്തേക്ക് ഭൂമിയിൽ കിടക്കുന്ന നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരു കയറാണ് അള്ളാഹുവിന്റെ നിസ്കാരം. അതുകൊണ്ടാണ് നിസ്കാരം മാത്രം ഭൂമിയിൽ നിന്ന് കൊടുത്തിട്ടില്ല. ബാക്കിയൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം സകാത്ത് ഭൂമിയിൽ വന്നിട്ടാണ് കൊടുത്തത്, ഫർളാക്കിയത്. ഹജ്ജ് ഭൂമിയിൽ വന്നിട്ടാണ് ഫർളാക്കിയത്. റമളാൻ ഭൂമിയിൽ വന്നിട്ടാണ് ഫർളാക്കിയത്. നിസ്കാരം ഫർളാക്കാൻ മുത്തുനബിയെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് മിഅ്റാജിലേക്ക് അള്ളാഹു നബിയെ കൊണ്ടുപോയി സ്വല്ലല്ലാഹു, അവിടുന്ന് കൊടുത്തതാ. എന്തേ? ഇത് ഡയറക്റ്റ് കണക്ഷനാണ്. നിസ്കാരമില്ലെങ്കിൽ നമ്മൾ എന്തിനു പറ്റും? വെള്ളത്തിൽ നിന്നൊരു മത്സ്യത്തെ കരയിലേക്കിട്ട് പെടയുന്ന പോലെ നിസ്കരിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ പെടഞ്ഞു പോകുന്ന. പെടയണം, കൽബ് കൊണ്ട് പെടയണം. പടച്ചവനെ എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ, എന്റെ നിസ്കാരം ഖളായി പോയല്ലോ, പടച്ചവനെ എനിക്ക് പ്രയാസമായി പോയല്ലോ, എനിക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പടച്ചവനെ എന്ന് മനുഷ്യന് വേദന വരണം. വാഖിമിസ് സ്വലാത്ത ലിദിക്രി, മൂസ നബിയെ ഞാൻ അല്ലാഹുവാണ് എന്ന ഹൈസിയത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. എൻ്റെ സ്മരണക്ക് വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തിയേ പറ്റൂ. മരിക്കണവരെ പിന്നെ എക്സ്ക്യൂസ് ഇല്ല. റൂഹുണ്ടോ, ബോധമുണ്ടോ, ഐസിയുലാണോ, കോമയിലാണോ, അതൊന്നും വിഷയമില്ല, ട്രോമയിലാണോ, എന്താണോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടോ ഖൽബ് കൊണ്ടെങ്കിലും നിസ്കരിച്ചേക്കണമെന്നാണ്. അള്ളാഹു നമുക്കത് മരണം വരെ കൊണ്ട് നടക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നിസ്കാരമാക്കി തരട്ടെ. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന നിസ്കാരമാക്കി തരട്ടെ. നിസ്കാരം നിലനിർത്തുന്നത് കൊണ്ട് അള്ളാഹു നൽകുന്ന ഫദീലത്തുകളും ശ്രേഷ്ഠതകളും അള്ളാഹുവിന്റെ കാവലും അള്ളാഹു നമുക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ മാതാപിതാക്കൾ, ഇഷ്ടജനങ്ങൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹുവിൽ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ഇന്നത്തെ ഹദീസ് റവാഹുൽ ബുഖാരി. റവാഹു എന്നാണ്, ഹാ ആണ്.
عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده والمهاجر من هجر ما نهى الله عنه. ചൊല്ലിക്കോളൂ. عن ابن عمر رضي الله عنهما. അൻഹുമ എന്ന് പറയാൻ കാരണം ഇബിൻ ഉമർ, ഉമർ എന്നവരുടെ മകൻ, അവരുടെ പേര് അബ്ദുള്ള എന്നാ. അബ്ദുള്ള എന്ന പേരുള്ളവരുടെ അബ്ദു ഒഴിവാക്കിയിട്ട് ഇബിൻ എന്ന് പറഞ്ഞു. ഇബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ. അപ്പൊ ഈ ഇബിന് വന്ന് തുടങ്ങുമ്പോ ആദ്യം മോമിനോട് വന്ന് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും. ഒന്ന് ദുആ വസിയത്ത് ഹദീസിന്റെ വീഡിയോ ഉണ്ടോ? മാത്രമായിട്ട് വീഡിയോ ഉണ്ട്. ബറക്കല്ലാഹു. ദുആ വസിയത്ത് നിങ്ങൾ വായിച്ചോളൂ. നമ്മുടെ നാസർ സാഹിബിന്റെ മർഹൂം എം നാസർ സാഹിബിന്റെ 3ാമത്തെ ആണ്ടാണ്, അനുസ്മരണ ദിനമാണ്. അള്ളാഹു നമ്മുടെ എം നാസർ സാഹിബിന് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുയുടെ മീസാൻ ഹസനാത്തിൽ തൂങ്ങുന്ന അമലാക്കി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. കാസർഗോഡ് ജില്ലാ SKSF-ന്റെ ട്രഷറർ KH അലി സാഹിബിന്റെ ഉമ്മ ബി ഫാത്തിമ ഹജ്ജുമ്മ, അവരുടെ ആണ്ട് ദിവസമാണ്. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. അവർക്കും അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സ്വർഗ്ഗലോകത്ത് വെച്ച് മക്കളൊക്കെ കണ്ടുമുട്ടാൻ ഉമ്മാക്ക് ഭാഗ്യം അള്ളാഹു നൽകട്ടെ. നമ്മളെല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗപ്രവേശനം നൽകട്ടെ. നമ്മുടെ ഒരു അഡ്മിൻ ഉണ്ട്, നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്, അഫ്സൽ സാഹിബ് കളിയാട്ടുമുക്ക്. അദ്ദേഹം സൗദിയിൽ നിന്നാണ് അതൊക്കെ ചെയ്യാറുള്ളത്. ആരൊക്കെ വിചാരിച്ചു ഉസ്താദ് ചെയ്യുകയാണെന്ന്. ഞാൻ ചെയ്യുന്നതല്ലത്. അപ്പോൾ നമ്മൾ ഒരുപാട് ദഅവത്ത് ചെയ്യുന്ന സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഉപ്പായുടെ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. മാങ്ങാപ്പുളിച്ചിയിൽ കമ്മുഹാജിയുടെ ഭാര്യ പാത്തുമ്മു ഹജ്ജുമ്മ എന്നാണ് അവരുടെ പേര്. അള്ളാഹു ആ ഉമ്മാക്ക് ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആഖിറം നന്നാക്കി കൊടുക്കട്ടെ. അള്ളാഹുയുടെ ഖർവിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഇന്നത്തെ പായസത്തിന് ഹദിയ ചെയ്തവർക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഒരു പ്രവർത്തകന് അടുത്ത ദിവസങ്ങളിൽ ജോലിക്കുള്ള ഇന്റർവ്യൂ ഉണ്ട്. ഹൈറാണെങ്കിൽ നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഉപ്പയുടെ ശരീരത്തിൽ അണുബാധയുണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് 2 മാസത്തോളമായി. കണ്ണിന് ഇൻഫെക്ഷനായിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഡോക്ടർമാർക്ക് പോലും രോഗം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകം ഷിഫായിന് ദുആ ചെയ്യണം. സുഹൃത്തിനും ഭാര്യയ്ക്കും ഇന്റർവ്യൂ ഉണ്ട്. ഹൈറാണെങ്കിൽ പാസ്സാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. മകൾക്ക് പരീക്ഷയിൽ നല്ല വിജയം ഉണ്ടാവാൻ. വിസയുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ശരിയാവാൻ വേണ്ടിയിട്ട്. അനിയൻ എം വി അബ്ദുൾ റഫീഖ് ഹാർട്ട് സംബന്ധമായ അസുഖം കാരണത്താൽ മെഷീൻ മാറ്റിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായുമുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. ചിറക്കാട്ടിൽ മുഹമ്മദ് കുട്ടി കാപ്പുമുഖം താഴക്കോട് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. സെൻട്രലിലെ ഷാഫിക്കയുടെ ഉമ്മാക്ക് സുഖമില്ല. ഷിഫായിന് ദുആ ചെയ്യാൻ. അടുത്ത വർഷം ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖിനായി ദുആ ചെയ്യാൻ. അളിയന് സുഖമില്ലാതെ വീട്ടിലുണ്ട്. ദുആ ചെയ്യണം ഷിഫായിന്. ഓപ്പറേഷൻ കൂടാതെ ഉമ്മയുടെ കിഡ്നിയിലെ കല്ല് ഷിഫാവാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോകുന്നു. സ്ഥലം വിറ്റിട്ട് ഒരു വീട് വാങ്ങാനുള്ള തൗഫീഖിനായിട്ട് ദുആ ചെയ്യാൻ. വസ്വാസ് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഉംറക്ക് പോകുന്നുണ്ട്. എല്ലാം എളുപ്പമാകാനും ഖൈറാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നേരിട്ടും അല്ലാതെയും ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ദുആ ഉൾപ്പെടുത്തണം. പിന്നെ ഇന്ന് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ള ആ ഒരു ഹദീസ്, അത് 12 ഹദീസ് ഉണ്ട്. ഇന്നത്തെ ഹദീസ് 11 മുമ്പ് ഞാൻ ഉണർത്തിയിട്ടുണ്ട്. അതിലൊരു ഹദീസ് കുറച്ച് ദീർഘമായത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ടുള്ള 11 ഹദീസാണ് ഇന്ന്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ കൂടി ഹദീസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു പേജ് പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇൻഷാ അല്ലാഹ് 40 ഹദീസാണ് മനഃപ്പാഠമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് വാങ്ങി വെക്കുന്നതിന് പകരം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴെങ്കിലും എനിക്കൊന്ന് മനഃപ്പാഠമാക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. കാരണം നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴികളാണത്. ആ വാക്കുകൾ, ആ ഹദീസ് നമുക്ക് ജീവിതത്തിൽ കാണാതെ പഠിക്കാനുള്ളൊരു തൗഫീഖ് ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് 40 ഹദീസ്, അത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു
തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ്, ഹദീസ് അറിയാനും പഠിക്കാനും അവസരം ഒരുക്കുന്ന നമ്മുടെ മുമഞ്ഞടക്കമുള്ള നമ്മുടെ അഡ്മിൻ പ്രവർത്തനങ്ങളൊക്കെ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസീയത്തുകൾ നമ്മുടെ അഡ്മിന്മാർ മുഖേനയും നമ്മുടെ സുഹൃത്തുക്കളിലൂടെയൊക്കെ ഒരുപാട് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് വളയം കല്ലുനിര എന്ന് പറയാം, കല്ലുനിരയിലെ ലീഗ് ബഷീർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് വളയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു പ്രാർത്ഥന അഭ്യർത്ഥന കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് ആമിർക്ക. എൻ്റെ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മുടെ സുഹൃത്ത് ബഷീറിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ കൊല്ലത്ത് ഒരു സുഖമില്ലാതെ കൊല്ലം മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരൻ, ഒരു പ്രായമുള്ള ഉപ്പ രോഗശൈലി ക്യാൻസർ ബാധിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അവിടെ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന സാലി എന്ന് പറഞ്ഞ സുഹൃത്ത് ഇന്ന് അതിരാവിലെ ഒരു മെസ്സേജ് കണ്ടു. അവിടുത്തെ സജീവ് എന്ന് പറയുന്ന വേറൊരു സുഹൃത്തും, അദ്ദേഹം എൻ്റെ വാതൊക്കെ കേൾക്കാറുള്ള ഒരു സുഹൃത്താണെന്ന് പറഞ്ഞ് ഈ രോഗിയായ വാപ്പ, അദ്ദേഹത്തിന്റെ മകനും മെസ്സേജ് അയച്ചിരുന്നു. വാപ്പാക്ക് ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ സുബൈക്ക് മുമ്പ് തന്നെ ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതിരാവിലെ ഒരു പ്രായമുള്ള വാപ്പയാണ്. അള്ളാഹു ഔപ്പാക്ക് ശിഫ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. ശരീരം മാസകലം ശ്വസിച്ച് വളരെ ബുദ്ധിമുട്ടിലായി അദ്ദേഹം ആശുപത്രി കിടക്കയാണ്. അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ മോഡൽ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു താല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണിന് അണുബാധ ബാധിച്ചിട്ടുള്ള ഒരു ഉപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിൽ കഴിയാൻ 2 മാസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമ്മുടെ സുഹൃത്തിന്റെ ഉപ്പയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പായുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പടച്ച റബ്ബ് ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ടും ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ആയാത്തുകളുടെയും അസ്മാഉൽ ഹുസ്നയുടെയും ബർക്കത്ത് കൊണ്ട് റബ്ബ് അദ്ദേഹത്തിനും വളരെ പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകട്ടെ, അത്ഭുതകരമായ ശിഫ നൽകട്ടെ. അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ. آمين يا رب العالمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا وحبيبنا ومولانا وشافعنا محمد صلى الله عليه وسلم. صلى الله عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. റഹ്മാനായ കരുണാനിധിയായ ഞങ്ങളുടെ ഉടമസ്ഥനും യജമാനനും മഅ്ബൂദുമായ ഇലാഹായ അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, പടച്ചവനെ നീ ഞങ്ങളോട് പൊരുത്തപ്പെടണേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ദാക്കിരീങ്ങളാക്കണേ പടച്ചവനെ. അല്ലാഹു നാദുരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് ബോധിക്കുന്നതാണ് യഥാർത്ഥ ദിക്ർ. ചൊല്ലുന്നതൊക്കെ അതിനുള്ള വഴികളാണ്. അള്ളാഹുവെ, ഞങ്ങൾ വഴികളിൽ പ്രവേശിക്കുന്നുണ്ട്, ലക്ഷ്യത്തിലെത്താതെ പോകുന്നുണ്ട്. പടച്ചവനെ, നിന്നെ ഓർക്കുന്ന ദാക്കിരീങ്ങളാക്കണേ പടച്ചവനെ. നീ കൂടെയുണ്ടെന്ന ബോധം എപ്പോഴും ഉള്ളവരാക്കണേ പടച്ചവനെ. നിസ്കാരത്തിൽ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ദിക്റിന് അവസരം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, നിസ്കാരം കൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഭാഗ്യം നൽകണേ പടച്ചവനെ. നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ഹിഫ്ള് നൽകണേ പടച്ചവനെ. നിസ്കാരം കൊണ്ട് മലായിക്കത്തുകളുടെ പ്രാർത്ഥന നൽകണേ തമ്പുരാനെ. നിസ്കാരം കൊണ്ട് നിനക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പടച്ചവനെ. നിസ്കാരം നിനക്ക് മാത്രമായി റിയാ ഇല്ലാതെ ഒരാളും കാണണമെന്ന ആഗ്രഹം, ഒരു ലാഞ്ചന പോലും വരാതെ ഇരുട്ടുള്ള രാത്രിയിൽ ഇരുണ്ട പാറപ്പുറത്ത് നടക്കുന്ന ഇരുണ്ട ഉറുമ്പിനോളം അതിസൂക്ഷ്മമായ അശ്ശിർക്കുൽ ഖഫീ എന്ന് പറഞ്ഞ ഗോപ്യമായി കിടക്കുന്ന ഒരു ശിർക്ക്, അല്ലാഹു അതിൽ പോലും ഞങ്ങൾ ചെന്നപ്പെടാതെ കാക്കണേ പടച്ചവനെ.
ഞങ്ങളുടെ ഇബാദത്തുകളെ സ്വീകരിക്കണേ റബ്ബേ. ചെയ്യുന്നത് എത്ര കുറച്ചാണെങ്കിലും അത് നിനക്ക് വേണ്ടി നിന്നെ ഖൽബിൽ കണ്ടുകൊണ്ടുള്ള ഇബാദത്താക്കി തരണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ റബ്ബേ, നിന്റെ കാവൽ നൽകണേ റബ്ബേ, ശിഫ നൽകണേ പടച്ചവനെ. ഒരുപാട് രോഗികൾ, ഉമ്മമാരും ഉപ്പമാരും മക്കളും ചെറിയവരും വലിയവരും, ഇവിടക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഇവിടെ ദുആ ചെയ്യാൻ വായിച്ചവരും അല്ലാത്തവരുമായ രോഗികൾ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ മിന്നിമറയുന്ന എത്രയോ നമ്മൾ അറിഞ്ഞ കേസുകൾ, അല്ലാഹുവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, നീ ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, അല്ലാഹു ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയി പടച്ചവനെ, അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യണമേ അല്ലാഹ്, മാപ്പ് നൽകണമേ തമ്പുരാനെ. ഖബറിൽ നീ അവരെ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, ഞങ്ങൾക്കും പുറത്തു തരണേ റബ്ബേ. മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുയുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചവനെ. പല നാടുകളിൽ മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുള്ളവരുണ്ട് റബ്ബേ ഇവിടെ. അള്ളാഹുയുടെ ഖബറുകൾ എവിടെയാണെങ്കിലും നീ ആ ഖബറുകൾക്കുള്ളിൽ പ്രകാശം നിറക്കണേ റബ്ബേ, സുഗന്ധം നിറക്കണേ റബ്ബേ. സ്വർഗം കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഈമാനും അമലും നീ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. നിന്നിലേക്ക് യാത്രയാവാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നവരായി അവരെ ഞങ്ങളെ മാറ്റിത്തരണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ ദുന്യവിയും ഉഖ്റവിയുമായ വിഷമങ്ങൾക്ക് അല്ലാഹുവേ ഞങ്ങളുടെ നിസ്കാരം കൊണ്ട് പരിഹാരം നൽകണേ റബ്ബേ. നിന്റെ നിസ്കാരം അമലുകളിൽ വെച്ച് ഏറ്റവും വലുതാണല്ലോ റബ്ബേ, ഒരു നിലക്കും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണല്ലോ പടച്ചവനെ. അല്ലാഹു അതിന്റെ അഹമ്മിയത്തും അതിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി അല്ലാഹു ഞങ്ങളുടെ ഇബാദത്ത് നഷ്ടപ്പെടാതെ അല്ലാഹുവെ ഞങ്ങൾക്ക് നിനക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ്, നിന്നെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും നല്ലവരും അല്ലാഹുവെ പൊരുത്തമുള്ളവരുമാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ തരണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് കണ്ണും കുളിർമയുള്ള മക്കളെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ സദസ്സിലേക്ക് പായസം നേർച്ച ചെയ്ത സഹോദരൻ, മുമ്പ് നേർച്ചയാക്കിയവർ ഓരോരുത്തരുടെയും മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ സുഹൃത്ത് ബഷീർ കണ്ട് ബൽജിസ്രയിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാവണമെന്ന് ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റബ്ബേ. നീ എല്ലാം ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹു നീ സലാമത്ത് നൽകണേ പടച്ചവനെ. ഇങ്ങോട്ടൊരു ദിവസത്തെ പായസം നേർച്ചയാക്കാന്നൊക്കെ നീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ. ആ നീയത്ത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീ സലാമത്താക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ഇൻസിയും ജിന്നിയും ഷൈത്താനിയും അർദിയും സമാവിയുമായ ഏതെല്ലാം രോഗങ്ങളുണ്ടോ, ഐനുണ്ടോ, സിഹറുണ്ടോ, എല്ലാ കെട്ടുകളെയും എല്ലാ തടസ്സങ്ങളെയും അടിച്ചു മാറ്റി അള്ളാഹു ഞങ്ങൾക്ക് നിന്റെ ഭാഗത്തു നിന്നും റഹ്മത്തും ഫദലും സലാമത്തും ആഫിയത്തും നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ നിങ്ങളുടെ ഐനിൽ നിന്നും സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും കാക്കണമേ തമ്പുരാനെ. വാലിബീങ്ങളുടെ ദുൽമിൽ നിന്ന് കാക്കണേ റബ്ബേ. അള്ളാഹുവെ നാവും കൈകളും സുരക്ഷിതമായവർക്കാണ്. ആരുടെ നാവിൽ നിന്ന് കയ്യിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് സുരക്ഷയുണ്ടോ അവരാണ് മുസ്ലിം എന്ന് പഠിപ്പിച്ച ഹബീബിന്റെ ഹദീസ് ഞങ്ങൾ പഠിച്ചു. അള്ളാഹു ജീവിതത്തിലേക്ക് അത് പകർത്താൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളാക്കണേ റബ്ബേ. വുളൂഅ് നിലനിർത്തുന്നവരാക്കണേ പടച്ചവനെ. വലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് മാത്രമേ വുളൂഅ് നിലനിർത്താൻ കഴിയൂ എന്ന ഹദീസ് ഞങ്ങൾക്ക് എത്തു റബ്ബേ. അല്ലാഹുവേ നിന്റെ ദിക്ർ ഒരുപാട് വലിയ വലിയ അമലുകളെക്കാളും വലിയ അമലാണല്ലോ റബ്ബേ. നീ കൂടെയുണ്ട് എന്ന് ബോധിക്കുന്ന ദിക്ർ, നീ കൂടെയുണ്ട് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ആ ഒരു ബോധ്യം അല്ലാഹുവേ, അതാണല്ലോ ദിക്ർ. ഞങ്ങൾ ചൊല്ലുന്നതും പറയുന്നതുമൊക്കെ ആ ബോധ്യം കിട്ടാൻ കാരണമാക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളെ ദാക്കിരീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നിനക്ക് ധാരാളം ദിക്ർ ചൊല്ലുകയും നിന്നെ ഓർക്കുകയും ചെയ്യുന്നവരാക്കണേ പടച്ചവനെ. നിസ്കാരങ്ങളുടെ അപാകതകളെ പരിഹരിക്കണേ റബ്ബേ. ഹറാമിലേക്ക് പോകാതെ ഹിജറ ചെയ്ത കൂലി ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അൽ മുഹാജിറു വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. അല്ലാഹുവേ ഞങ്ങളെയും മക്കളെയും ഞങ്ങളുടെ യുവതലമുറയും വിദ്യാർത്ഥിനികളെയും അല്ലാഹു ഞങ്ങളുടെ നാട്ടിലും ഇവിടെയും വിദേശങ്ങളിലുമുള്ള മക്കളെയും അല്ലാഹു സുഹൃത്തുക്കളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഖാദിമീങ്ങളെയും സാമൂഹിക പ്രവർത്തകരെയും അല്ലാഹുവേ സർവ്വ നന്മകൾക്ക് മുന്നിട്ടിറങ്ങുന്ന സർവ്വ മനുഷ്യരെയും ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ സർവ്വ വിശ്വാസിനികളെയും അല്ലാഹു നീ നിന്റെ കാവലിലാക്കി ഈമാൻ സലാമത്താക്കി തരണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി എന്ന പരിശുദ്ധമായ ആ വചനം കൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് യാത്രയാവാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബിനെ കാണിക്കണേ റബ്ബേ. നാളെ നിന്നെ കാണിക്കണേ പടച്ചവനെ. അതൊന്നും ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. പക്ഷെ ഞങ്ങൾക്ക് നിന്നോട് ബഹുമാനവും ആദരവും സ്നേഹവും ഉണ്ട് റബ്ബേ. ഹബീബിനെ ഇഷ്ടമാണല്ല, അംബിയാനെ ഇഷ്ടമാണല്ല, സുഹാബത്തിനെ ഇഷ്ടമാണല്ല. നീ ബഹുമാനിച്ചവർ ഞങ്ങൾക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട് പടച്ചവനെ. അൻത മഅ മൻ അഹ്ബബ്ത
എന്ന ആശയത്തിലെങ്കിലും അള്ളാഹുവെ അവരോടൊക്കെയുള്ള സ്നേഹത്തിന്റെ പേരിൽ അവർ പോകുന്നിടത്ത് ഞങ്ങളെയും നീ കൊണ്ടുപോകണേ അല്ലാഹ്. ബിജാഹി വഹഖ് നബിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ലോകത്ത് സമാധാനമുണ്ടാക്കണേ റബ്ബേ. യുദ്ധങ്ങൾ അവസാനിക്കണേ പടച്ചവനെ. അള്ളാഹുവെ വിഷമവും പട്ടിണിയും ബുദ്ധിമുട്ടുകളും അള്ളാഹുവെ കലാപങ്ങളും യുദ്ധങ്ങളും എല്ലാം അവസാനിച്ച് സമാധാനം പുറത്തു തരണമേ പടച്ചവനെ. റഹ്മർ-റഹീമായ റബ്ബേ, നിന്റെ കരുണ മുസ്തദഅഫീങ്ങളായ അള്ളാഹു ഞങ്ങളുടെ സഹോദര സഹോദരങ്ങൾക്ക് ഉണ്ടാകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم أدم على دولتنا هذه نعمة الأمن والأمان والاستقرار. اللهم جنبها الفتن ما ظهر منها وما بطن. اللهم أيد رئيس الدولة لما تحبه وترضى ونوابه وحكام الإمارات أجمعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. നമ്മുടെ ഹദീസ് പ്രിന്റ് ചെയ്യുന്നത് ഒരു സുഹൃത്തിന്റെ വകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.